ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് വർഷങ്ങളുണ്ട്, അതായത് ഒരു വർഷം കൊണ്ട് തന്നെ ടീച്ചർ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയി കോളേജിൽ. ഇന്ന് ടീച്ചർ സ്റ്റുഡന്റ് അഡ്വൈസർ ആണ്, ED ക്ലബിന്റെ ചാർജ് ഉണ്ട്. അതുപോലെ 2018 എൻഡിലാ തോന്നുന്നു എനിക്ക് ടീച്ചർ PhDക്ക് കുസാറ്റില് ജോയിൻ ചെയ്തിട്ടുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് ടീച്ചർ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വളരെ റെയർ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഗെയിമിഫിക്കേഷൻ എന്നുള്ള ടോപ്പിക്കിലാണ് ടീച്ചർ PhD ചെയ്യുന്നത്. ഈ 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ടീച്ചർ എത്രമാത്രം എഫേർട്ട് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കൊടുക്കുന്നത്. ഈ 7 ദിവസത്തെ പ്രോഗ്രാം ആ ഷെഡ്യൂൾ ചെയ്ത പോലെ തന്നെ ഒരു വ്യത്യാസം വരുത്താണ്ട് നല്ല ഭംഗിയിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ആശ ടീച്ചർ. ഏതൊരു ജോലി ഏൽപ്പിച്ചാലും വളരെ ആത്മാർത്ഥത്തോടുകൂടി ടീച്ചർ ചെയ്യുക. അതുകൊണ്ടാണ് കോളേജിലെ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ടീച്ചറെ ഏൽപ്പിക്കുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ടീച്ചറുടെ പ്രാവീണ്യം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ എക്സലന്റ് ആണ്. അപ്പോ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ടീച്ചർക്ക് കഴിവുണ്ട്, സമ്മതിച്ചു. വിദ്യാർത്ഥിക്ക് അത് എങ്ങനെ ഉപകാരപ്പെടും? നിങ്ങൾ ടീച്ചറിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം. എന്തൊരു കാര്യം ഒരു ടാസ്കും ആശയം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ 2 ദിവസത്തിനുള്ളിൽ 2 മണിക്കൂറിനുള്ള ആശയങ്ങൾ ഉത്തരമായിട്ട് വരും. അതാണ് വേറൊരു പ്രത്യേകത. അപ്പോ എന്തൊരു സംശയം ചോദിച്ചാലും പറഞ്ഞു തരാൻ യാതൊരു മടിയില്ല. ഇനി ഡിപ്പാർട്ട്മെന്റിന്റെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇത്തിരി അഭിമാനത്തോടുകൂടി അഹങ്കാരത്തോടുകൂടി തന്നെയാണ് ഞാൻ പറയണത്. ഇത് വിദ്യാർത്ഥികളായിട്ട് എന്തിനാണ് ഷെയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നാളെ ഒരു സ്ഥാപനത്തിലേക്കോ MNCയിലേക്കോ അല്ലെങ്കിൽ വേറെ ഗവൺമെന്റ് സ്ഥാപനം എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ ജോലി ചെയ്യാൻ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്ക് നല്ല അച്ചീവ്മെന്റ്സ് ഉണ്ടാവും, നല്ല സർട്ടിഫിക്കറ്റ്സും ക്വാളിഫിക്കേഷൻസും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് നല്ലൊരു സന്തോഷം, ജോലി ചെയ്യാന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരായിട്ട് നല്ല റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് തന്നെയാണ് എനിക്ക് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി പറയാനുള്ളത്. ഞങ്ങൾ 4 പെർമനന്റ് ടീച്ചേഴ്സ് ആണുള്ളത്. ഒരു ഈഗോ ക്ലാഷും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് നോളജും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അറിയാം, ഞാൻ PhDയുടെ തിരക്കിലാണ്. എന്നെ ഇപ്പോ ആശ ടീച്ചറും സിമി ടീച്ചറും ഷെയ്ദ ടീച്ചർ ഇത്രയധികം സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അവർക്ക് വേണമെങ്കിൽ ടീച്ചറുടെ പണി ചെയ്തു അങ്ങനെ പറഞ്ഞിരിക്കാം. പക്ഷെ അതൊന്നും ഇല്ലാണ്ട് ഒരാളുടെ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് ആ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നന്നാക്കി കൊണ്ടുപോകുന്നത് എല്ലാ ഇൻഡിവിജ്വൽസിനും അതിന് വലിയ റോൾ ഉണ്ട്. അപ്പൊ ഇത് കുട്ടികളുടെ അടുത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ, നാളെ ഒരു സ്ഥാപനത്തിൽ പോകുമ്പോൾ നമ്മളും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ട് അവരെ പഴിചാരാണ്ട് ആ റിലേഷൻഷിപ്പ് നന്നാക്കി കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ആ സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു മാനസിക സന്തോഷം ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് ഇന്ന് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ചെയ്യാൻ പറയുമ്പോൾ ഞങ്ങൾ ആരും അയ്യോ കഷ്ടം അവിടേക്ക് പോണ്ടേ എന്ന് വിചാരിച്ചിട്ടല്ല പോണത്. ആ ജോലി മാക്സിമം എൻജോയ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന്റെ ഒരേ ഒരു കാരണം ആ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കണ്ടു പഠിക്കാനുണ്ട്. അപ്പൊ കുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കി ഇരിക്കണം. അപ്പൊ ആശ ടീച്ചർക്കുള്ള ഞാൻ വെൽക്കം ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ 7 ദിവസത്തെ പരിപാടി ഇത്രയും ഭംഗിയായി ചെയ്ത് യാതൊരു ഇതിനൊരു പ്രശ്നങ്ങളും കൂടാണ്ട് നടത്തി ലാസ്റ്റ് ഡേ എത്തി. ടീച്ചറുടെ ഒരു സെഷൻ എന്നുള്ളത് ഇന്ന് വൈകിട്ട് ഒരു സെഷൻ ഉണ്ട്. ഈ പരിപാടി ഇത്രയും ഭംഗിയായി ചെയ്ത ആശ ടീച്ചറെ ഞാൻ പേഴ്സണലായിട്ടും ഈ ഡിപ്പാർട്ട്മെന്റ് മറ്റുള്ള അധ്യാപകരുടെ പേരിലും വിദ്യാർത്ഥികളുടെ പേരിലും സഹർഷം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇത് ശ്രമിച്ചിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു രാജി. ആക്ച്വലി ഐ ഫീൽ വെരി ഹാപ്പി. രാജി മിസ് പറഞ്ഞത് ഒരു കാര്യം ശരിയാണ്. നമുക്ക് പോസിറ്റിവിറ്റി ആ ഒരു വൈബ് കിട്ടുമ്പോൾ തന്നെയാണ് നമ്മളും വി ആർ ഹാപ്പി ടു ഡു അവർ വർക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു സ്റ്റുഡന്റും ഇന്നൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് എനിക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ അനഘ എന്നൊരു മെസ്സേജ് അയച്ചു, മിസ്സെ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്മൈലി ഒക്കെ വെച്ചിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണാവോ ഇനിയിപ്പൊന്ന് ക്ലാസ്സിൽ വരാൻ പറ്റില്ല എന്ന് പറയാനായിരിക്കുന്നു. അപ്പൊ ഇല്ല മിസ്സെ, ഞാൻ അന്ന് തൊട്ടിട്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അയക്കാന്ന് വിചാരിച്ചു, അതൊരു പോസിറ്റീവ് വൈബ് ആണല്ലോ എന്ന്. സോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. ഇനി ഞാൻ എന്നും മിസ്സിന് ഗുഡ് മോർണിംഗ് അയക്കാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താന്ന് വെച്ചാൽ ഒരാൾക്കെങ്കിലും അങ്ങനെ, ഒരാളെന്നല്ല മേ ബി എല്ലാവർക്കും ഒരു ഫീലിംഗ് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ അത് അവർ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഗുഡ്. അപ്പൊ നമുക്കിനി നമ്മുടെ ഒരു സെഷൻ ടോപ്പിക്കിലേക്ക് പോവാം. ആക്ച്വലി ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് നിങ്ങൾ ബ്രൗഷറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാട്ട് ആഫ്റ്റർ UG എന്നാണ്. അപ്പൊ വാട്ട് ആഫ്റ്റർ UG എന്നുള്ളതിന് ഒരുപാട് ഉത്തരങ്ങൾ ഇതിനോടകം ഉള്ള എല്ലാ പ്രസന്റേഷൻസിൽ നിന്നും സെഷൻസിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു കോർപ്പറേറ്റ് വേൾഡ് ചൂസ് ചെയ്യാനായിരിക്കാം നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവുക. കോർപ്പറേറ്റ് വേൾഡ് എങ്ങനെയാണ്, കോർപ്പറേറ്റ് വേൾഡിൽ ഹൗ യു ഹാവ് ടു ബിഹേവ്
ഒരു കോർപ്പറേറ്റ് വേൾഡ് എങ്ങനെയുണ്ട്, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനീഷ്യൽ ക്രിസ്റ്റി സാറിന്റെ ഒരു സെഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ കരിയർ ഓപ്ഷൻസ്, നമ്മള് വ്യത്യസ്തമായിട്ടുള്ള കരിയർ ഓപ്ഷൻസിനെ കുറിച്ചിട്ട്, അതായത് റീറ്റെയിൽ സെക്ടറിലെ കരിയർ ഓപ്ഷൻ വേണോ, ഇപ്പൊ ഇന്ദുവിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഫിനാൻസ് സെക്ടറിലെ കരിയർ ഓപ്ഷൻസ്, പിന്നെ അരുണും ഒക്കെ പറഞ്ഞിരുന്നു CA എങ്ങനെയാണ്, CMA എങ്ങനെയാണ്, ICW അങ്ങനെയുള്ള കരിയർ ഓപ്ഷൻസിനെ കുറിച്ചിട്ട്. പിന്നെ ഇന്നിപ്പോ സഹദ് എന്ന് പറഞ്ഞിട്ട് ഒരു അലൂമിനിയുടെ ക്ലാസ് ആണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട്. സോ ലോട്ട് മെനി കരിയർ ഓപ്ഷൻസിനെ കുറിച്ചിട്ട് നമ്മളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഷെയ്ദ മിസ്സിന്റെ സെഷനും വോട്ട് ഇസ് ഇറ്റ് ലൈക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോരുത്തർക്കും എങ്ങനെ സക്സസിനെ ഡിഫൈൻ ചെയ്യാമെന്നും, അപ്പൊ സക്സസിന്റെ പല എന്താ പറയാ പല രീതികള്, നമ്മുടെ ക്വാളിറ്റീസ്, നമ്മളെങ്ങനെ സക്സസ്ഫുൾ പേഴ്സൺസിനെ അനുകരിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഒരു സക്സസ് ആകാം എന്നുള്ള കേസൊക്കെ ഷെയ്ദ മിസ്സിന്റെ ഒരു സെഷനിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായി. പിന്നെ അർച്ചനയുടെ ഒരു സെഷനിൽ ദ റിയൽ യു എന്നുള്ള രീതിയിൽ ആക്ച്വലി നമ്മളെ തന്നെ ഡിസ്കവർ ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിലാണ്. ദ റിയൽ യു, വാട്ട് ആർ യുവർ സ്ട്രെങ്സ്, യുവർ ക്വാളിറ്റീസ്, സോ യുവർ വീക്ക്നെസ്, യുവർ ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഹൗ ഇറ്റ് ഈസ് ലൈക്ക് ഒരു റിയൽ യു എന്താണ് എന്ന് മനസ്സിലാക്കലാണ്. അങ്ങനെ ഒരു സെഷനും നമുക്ക് ഉണ്ടായി. പിന്നെ നമ്മുടെ തോമസ് സാർ, നമ്മുടെ പ്രിൻസിപ്പൽ തോമസ് സാർ പറഞ്ഞിട്ടുണ്ടായി നമുക്ക് ലോർഡ് ഗീവ്സ് വിസ്ഡം എന്നാണ്. സോ അതാണ് നമ്മുടെ കോളേജിന്റെ ഒരു മോട്ടോ. സോ നിങ്ങൾ ലോർഡ് ആരും ആയിക്കോട്ടെ, പക്ഷെ വിസ്ഡം എന്താണ് എന്നുള്ളതും ഇതിനെ കുറിച്ചിട്ട് വളരെ ക്ലാരിറ്റിയിൽ സാറ് കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായി. ദെൻ ലെഗസി, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ലെഗസി നിങ്ങൾക്ക് കൈമാറിക്കൊണ്ട് നമ്മുടെ കുര്യൻ സാറ് അതിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായി. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എത്രമാത്രം എന്താ പറയാ റെപ്യൂട്ടഡ് ആണ് എന്നുള്ള രീതിയിൽ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വൈഡായിട്ട് തന്നെ സെഷൻസ് നിങ്ങൾ കേട്ടതാണ്. അപ്പൊ ഇനിയിപ്പോ എന്താണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇനി എന്താണ് കൂടുതൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ഓരോ സെഷൻസ് നോക്കിയപ്പോഴും വന്ന് ക്ലാസ് എടുത്ത് ഒട്ടുമിക്ക ആൾക്കാരും MBA ഗ്രാജുവേറ്റ്സ്, MBA ചെയ്തിട്ടുള്ള ആൾക്കാരെ തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്തപ്പോ ഞാനും ഒരു MBA കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുള്ള നിലയ്ക്ക് ഇതിലൊക്കെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ആഡ് ഓൺ ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്ക് വാല്യൂ അഡീഷൻ കിട്ടുന്നുള്ളൂ. അപ്പൊ എനിക്ക് തോന്നിയത് പലർക്കും പല കൃഷ്ണ ഡൗട്ട് ഒക്കെ ചോദിച്ചിട്ടുണ്ടായി മിസ് എന്നോടല്ല, ഞാൻ പേഴ്സണലി ഹിന്ദു ക്ലാസ് എടുത്തപ്പോ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, MBA ഇൻസ്റ്റിറ്റ്യൂഷൻസ്, MBA എങ്ങനെ എൻട്രൻസ്, അതിന്റെ ഒരു അഫോർഡബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ ഐ തോട്ട് വിൽ ഡു വിത്ത് ദാറ്റ്. നമുക്ക് അങ്ങനെ MBA കുറിച്ചിട്ട്, MBA എൻട്രൻസുകളെ കുറിച്ചിട്ട്, എങ്ങനെ ഏതൊക്കെ കോളേജസിനെ കുറിച്ചിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്കൊരു ഫീൽ ഉണ്ടായത്. സോ നമുക്കത് ഐ തിങ്ക് നമുക്ക് ഡയറക്ട്ലി ആ ഒരു കാര്യത്തിലേക്ക് തന്നെ പോകാം എന്ന് വിചാരിക്കുന്നു. അതിന് മുമ്പ് MBA ആസ്പിരൻസ് എത്ര പേരുണ്ട്, ആർക്കെങ്കിലും ഒക്കെ MBA എത്ര പേരുണ്ടോന്ന് ആരെങ്കിലും ഒന്ന്, ആഗ്രഹമുള്ള ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ആർക്കാണ് MBAക്ക് പോവാൻ ആഗ്രഹം എന്നും എന്തുകൊണ്ടാണ് MBA പ്രിഫർ ചെയ്യണതെന്നും ആരെങ്കിലും ഒരാള് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയും. കൃഷ്ണയ്ക്ക് MBA പോവാൻ ഇഷ്ടം? എന്തേ കൃഷ്ണയ്ക്ക് MBAക്ക് പോവാൻ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ കാരണം എന്താ? അത് മാനേജർ, നല്ലൊരു മാനേജർ ആവാൻ പറ്റൂല, എല്ലാം മാനേജ് ചെയ്യാൻ അങ്ങനെ. ഓക്കെ, സീരിയസ്ലി ആയിക്കോട്ടെ. ഇനി കൃഷ്ണയ്ക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും അങ്ങനെ MBAക്ക് പോകണമെന്ന് താല്പര്യമൊന്നുമില്ല? റോഷ്ന അല്ലെ, റോഷ്നയ്ക്ക് എന്തുകൊണ്ടാ, വൈ ഡു യു പ്രിഫർ MBA? പോയാ റോഷ്ന? നെറ്റ് പ്രോബ്ലം. റോഷ്നല്ലേ റേഞ്ച് എന്താ? മനസ്സിലായി. റോഷ്നല്ലേ റേഞ്ച് ഇഷ്യൂസ് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ കുട്ടിയല്ലേ? ഇറ്റ്സ് ഓക്കെ. അപ്പൊ നമുക്കറിയാം എങ്ങനെ. ഓക്കെ, അപ്പൊ MBA ആസ്പിരൻസ് ഉണ്ട്, നമ്മളെല്ലാവരും ആഗ്രഹിക്കും. കുറെ പേര്, എല്ലാവരും ഒന്നും ഞാൻ പറയില്ല, കുറെ BBA എടുത്തിട്ടുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ MBA എന്നുള്ളതൊരു അവരുടെ ഒരു സ്വപ്നമാണ്, ദർ ഡ്രീം ആണ്. സോ എങ്ങനെ നമുക്കൊരു MBAയിലേക്ക് എത്തിപ്പെടാം എന്നുള്ളതാണ്. അത് തന്നെ ഒരു MBA കംപ്ലീറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും
ഉപരിയായിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ MBAക്ക് ജോയിൻ ചെയ്യാന്നുള്ളതാണ് ആക്ച്വലി ഒരു ചലഞ്ച്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ PG കോഴ്സസിൽ തന്നെ എല്ലാ PG കോഴ്സസിനും എൻട്രൻസ് ഉള്ളതല്ല. പക്ഷെ എൻട്രൻസ് ഉള്ള അപൂർവം ചില PG കോഴ്സിൽ ഒന്നാണ് MBA എന്ന് പറയുന്നത്. നമ്മൾ നേരിട്ട് ഒരു അഡ്മിഷൻ എടുക്കുന്ന പോലെയല്ല, എൻട്രൻസ് ക്രാക്ക് ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് MBA എന്ന ഒരു PG ഓപ്ഷൻ അവൈലബിൾ ആവുള്ളൂ. അങ്ങനെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയേണ്ടി വരും MBAക്ക് എന്തെല്ലാം എൻട്രൻസുകൾ ഉണ്ട്. അപ്പൊ പൊതുവില് 3 ആയിട്ടാണ് നമ്മൾ MBA എൻട്രൻസ് എക്സാംസിനെ തന്നെ ഡിവൈഡ് ചെയ്യുന്നത്. നാഷണൽ ലെവലിൽ നടക്കുന്ന എക്സാമുകൾ ഉണ്ട്, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെപ്പറേറ്റ് ആയിട്ട് നടക്കുന്ന എൻട്രൻസ് എക്സാമുകൾ ഉണ്ട്, സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്ന എൻട്രൻസ് എക്സാമുകളും ഉണ്ട്. സോ നാഷണൽ ലെവൽ എക്സാംസിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 3 കാറ്റ്, മാറ്റ്, സിമാറ്റ്. എൻമാറ്റും എക്സ്മാറ്റ്, സ്നാപ്പ് ഒക്കെ നമ്മൾ ATM ഇതൊന്നും അത്ര കോമൺ അല്ല. നമ്മുടെ സ്റ്റുഡൻസ് വളരെ സജീവമായിട്ട് പോകാറുള്ള എൻട്രൻസ് എക്സാംസ് ആണ് കാറ്റ്, സിമാറ്റ്, മാറ്റ്. അത് നാഷണൽ ലെവലിൽ നടത്തുന്ന എക്സാമുകളാണ്. ഇനി അത് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓരോ സ്ഥാപനങ്ങൾ അവര് സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് എക്സാമുകൾ നടത്താറുണ്ട്. അങ്ങനെ നടത്തുന്ന എൻട്രൻസ് എക്സാം ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും കോമൺ ഉള്ളത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ ടിസ്നെറ്റ് ആണ്. അതിന് പുറമെ IIFTയുടെയും IBSAT-ഉം ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതിൽ തന്നെ കുട്ടികൾ കോമൺ ആയിട്ട് എഴുതുന്ന ഒരു ടെസ്റ്റ് ആണ് ടിസ്നെറ്റ് എന്ന് പറയുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസുകാരുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ MBAക്ക് ജോയിൻ ചെയ്യാനായിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റാണ്. ഇനി വരുന്ന ഒന്നാണ് സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്ന MBA എൻട്രൻസ് എക്സാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ സ്റ്റുഡൻസ് എഴുതാറുള്ളത് KMAT ആണ്. സോ അങ്ങനെ വരുമ്പോൾ MBA എക്സാംസ് നാഷണൽ ലെവലിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് എക്സാം വേണമെങ്കിലും എഴുതാം. പക്ഷെ കോമൺ ആയിട്ട് നാഷണൽ ലെവലിൽ കാറ്റ്, മാറ്റ്, സിമാറ്റ്, സ്റ്റേറ്റ് ലെവലിൽ KMAT. ഇതാണ് പൊതുവിൽ വിദ്യാർത്ഥികൾ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുന്ന MBA എൻട്രൻസ് എക്സാമുകൾ. ഇനി അപ്പൊ എൻട്രൻസ് എക്സാം ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ദർ വിൽ ബി എ സിലബസ്. അതിനൊരു സിലബസ് ഉണ്ടാവും അല്ലെ? നമ്മൾ എന്ത് പഠിച്ചാലാണ് MBAയുടെ എൻട്രൻസിന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക? അതൊരു കാര്യമുണ്ട്. നമ്മളുടെ ഈ വിവിധ എൻട്രൻസ് എക്സാമുകളുടെ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വേരി ചെയ്തിരിക്കും. ഇപ്പൊ കാറ്റിനോളം ഡിഫിക്കൽട്ട് അല്ല മറ്റൊരു എൻട്രൻസ് എക്സാം. ഇപ്പൊ കാറ്റാണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന എൻട്രൻസ്. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പൊ KMAT ആയാലും സിമാറ്റ് ആയാലും ഒക്കെ കമ്പാരിറ്റീവ്ലി ക്രാക്ക് ചെയ്യാൻ നമ്മൾ അത്യാവശ്യം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താല് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാംസ് തന്നെയാണ്. ഇപ്പൊ ഏതായാലും കാറ്റ് ആയാലും KMAT ആയാലും സിമാറ്റ് ആയാലും വോട്ടെവർ, ഈ എൻട്രൻസ് എക്സാമിന്റെ സിലബസ് ഇസ് കോമൺ. അതിന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഡിഫിക്കൽട്ടി ഈസിനെസ്സിൽ വ്യത്യാസം വരുന്നെങ്കിലും സിലബസ് കോമൺ ആണ്. അപ്പൊ അതിൽ എന്തെല്ലാമാണ്? ഇതിപ്പോ ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഒരു കടയില്, ഒരു ഷോപ്പിൽ പോയിട്ട്, ബുക്ക് ഷോപ്പിൽ പോയിട്ട് MBAയുടെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഗൈഡുകൾ ഉണ്ടാവും. അത് അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ഗൈഡ് കിട്ടും. അത് ഏത് നമ്മൾ ചൂസ് ചെയ്താലും വിരോധമില്ല. MBAയുടെ സിലബസ് ഇൻ നെറ്റ് വരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിനെ ടെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരും. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ലോജിക്കൽ റീസണിങ്, വെർബൽ എബിലിറ്റി, വൊക്കാബുലറി, വെർബൽ റീസണിങ്, ജനറൽ ആൻഡ് ബിസിനസ്, GK. വളരെ ടൂ മച്ച് ഹൈഫൈ അല്ല, എലമെന്ററി ലെവൽ. ഇപ്പൊ സിലബസ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ കയറി കൂടാൻ പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ എൻട്രൻസിന്റെ സിലബസിലും വരിക. ഇതിന്റെ ബുക്സ് ഒക്കെ ഇഷ്ടം പോലെ ബുക്ക് സ്റ്റാളുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ആ ബുക്ക് വാങ്ങിച്ചാൽ മെല്ലെ മെല്ലെ പ്രിപ്പയർ ചെയ്യാം. ഇതിൽ എനിക്കൊരു കാര്യം ആദ്യം പറയാനുള്ളത്, MBA ആസ്പിരൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ആദ്യം അങ്ങ് തുടങ്ങാം. അതിന് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ, ഇങ്ങനെ ആസ്പിരന്റ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് അല്ല പറയുന്നത്, അതിപ്പോ നിങ്ങൾ അത്യാവശ്യം
നിങ്ങൾക്ക് ഗ്രൂപ്പുകൾ ഉണ്ടെന്നും അതിലെ ചർച്ചകളൊക്കെ സജീവമാണെന്നും എനിക്കറിയാം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് വാട്സപ്പ് ഗ്രൂപ്പിനൊക്കെ അപ്പുറം നിങ്ങളൊരു ഗ്രൂപ്പ് വേറെ ഉണ്ടാക്കുക. വാട്സപ്പ് ഗ്രൂപ്പ് അല്ലാതെ കണ്ടിട്ട് സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആരൊക്കെയാണ് MBA? ഇപ്പൊ റോഷന പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്, കൃഷ്ണ പറഞ്ഞു എനിക്കും MBA, അങ്ങനെ MBA പോകാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഉണ്ടാവും വേറെ. അപ്പൊ അവരെല്ലാം ചേർന്നിട്ട് ഇപ്പൊ നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ ബുക്കൊന്നും ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിന് ബെറ്റർ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ഒരു 3-4 ബുക്ക് വാങ്ങിക്കാം ഗ്രൂപ്പായിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന സമയങ്ങളിൽ, അത് കോളേജിൽ ഇരുന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോ കോളേജിലേക്കൊന്നും വരാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് വീടുകളിൽ ഇരുന്നിട്ട് ഒന്ന് വായിച്ചു മനസ്സിലാക്കുക. നിങ്ങളിപ്പോ റൈറ്റ് അവേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഒന്ന് വായിച്ചു നോക്കുക, സിലബസിനെ കുറിച്ചൊരു ധാരണയാക്കുക, എങ്ങനെ ഇത് സോൾവ് ചെയ്തെടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊരു ധാരണയാക്കി വെച്ചാൽ നല്ലതാണ്. ഇനി MBAയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ് ഈ MBA എന്ന് പറയുന്നത്. ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഫിനാൻസ്, HR, ഓപ്പറേഷൻസ്, അതുപോലെ മാർക്കറ്റിംഗ്, ഇതൊക്കെ വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ്. അതിന് പുറമെ ഒത്തിരി പുതിയ സ്പെഷ്യലൈസേഷൻസ് കൂടി വരുന്നുണ്ട്. സിസ്റ്റം വരുന്നുണ്ട്, സിസ്റ്റം, ഇന്റർനാഷണൽ ബിസിനസ്, റൂറൽ മാനേജ്മെന്റ്, റീറ്റെയിൽ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഏവിയേഷൻ, ഹോസ്പിറ്റാലിറ്റി, ഇൻഫർമേഷൻ ടെക്നോളജി, ബിസിനസ് അനലറ്റിക്സ് എന്ന് വേണ്ട ഒരുപാട്. ഇപ്പൊ അഗ്രികൾച്ചർ, ആരോ നാള് ഹിന്ദു തന്നെയാ പറഞ്ഞേ തോന്നുന്നു, അഗ്രികൾച്ചറില് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് സ്പെഷ്യലൈസേഷൻസ് ഉള്ള ഒരു ഓഫർ ചെയ്യുന്ന ഒരു PG കൂടിയാണ്. ഈ സ്പെഷ്യലൈസേഷൻ ചിലയിടത്തൊക്കെ 12 സ്പെഷ്യലൈസേഷൻ ഉണ്ട്. നമുക്ക് HR, ഫിനാൻസ് എടുക്കാം, ഫിനാൻസ് മാർക്കറ്റിംഗ് എടുക്കാം. അപ്പൊ മിക്ക സ്റ്റുഡൻസിനും എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് എങ്ങനെ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാന്നുള്ളത്. നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല സ്പെഷ്യലൈസേഷൻ. നമ്മളിപ്പോ മിക്കപ്പോഴും എന്താ സംഭവിക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ സ്റ്റാർട്ടിങ്ങിലായിരിക്കും സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യേണ്ടി വരിക. അപ്പൊ ഒരു ഫസ്റ്റ് ഇയറിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം ഫ്രണ്ട്ഷിപ്പും കമ്പനിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ സ്പെഷ്യലൈസേഷൻ പേപ്പറുകൾ ഉണ്ടാവും. അപ്പൊ ആ പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ സ്പ്ലിറ്റ് ആവും. സ്വാഭാവികമായിട്ട് എല്ലാവരും എന്താ ചെയ്യുക കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ടൊക്കെ എടുത്തത് അവരൊക്കെ ഫിനാൻസ് ആണ്, എന്നാ ശരി എന്നാണ് ഫിനാൻസ്. അപ്പൊ അതിൽ നമ്മൾ ഒരിക്കലും നോക്കണില്ലേ എനിക്ക് ഫിനാൻസിന്റെ സ്കിൽസ് ഉണ്ടോ, അങ്ങനെയൊന്നും നമ്മൾ ചെക്ക് ചെയ്യാറില്ല. നമ്മൾ നോർമലി സംഭവിക്കുന്നതാണ് കേട്ടോ, നമ്മുടെ കാലത്തും സംഭവിച്ചൊരു കാര്യം ആയതുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. നമ്മൾ ആരും ഇതങ്ങനെ നമുക്കൊന്നും ഇത് ആരും പറഞ്ഞുതരാൻ ഉണ്ടായിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് ഇത്ര വ്യക്തമായി പറയണം. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങളൊരു സ്പെഷ്യലൈസേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ലോക്ക്ഡ്. ആ സ്പെഷ്യലൈസേഷൻ നിങ്ങൾ ലോക്ക്ഡ് ആണ്. അതാണ് നിങ്ങളുടെ എക്സ്പെർട്ടൈസ്. അപ്പോ എന്റെ ഫ്രണ്ട് ഫിനാൻസ് എടുത്തു, അവൻ അക്കൗണ്ടിങ് ഇഷ്ടമായിരുന്നു, അവര് നല്ല എളുപ്പത്തിൽ കിട്ടുമായിരുന്നു. എനിക്ക് അക്കൗണ്ടിങ് ഒന്നും വലിയ താല്പര്യമില്ല, എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിനോട് വലിയൊരു ഫ്ലയർ ഇല്ല, ഫിനാൻസ് ജോബിനോട് ഇഷ്ടമില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എടുത്തത് ഫിനാൻസ് ആയതുകൊണ്ട് ഞാനും പോയി ഫിനാൻസ് എടുത്തു. ഇങ്ങനെ വെച്ചിട്ട് സ്പെഷ്യലൈസേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നിങ്ങളുടെ കരിയർ ആ ഫിനാൻസ് ഫീൽഡിലേക്ക് അങ്ങ് പോകും. അപ്പൊ എപ്പോഴും 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരു സ്പെഷ്യലൈസേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ. ഒന്ന് നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണ്. ആൾക്കാരായിട്ട് ഇപ്പോ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഫിനാൻസ് HR-ന്റെ ഒരു സ്പെഷ്യലൈസേഷൻ പോയി എടുത്തിട്ട് കാര്യമില്ല. കാരണം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആൾക്കാരെ മാനേജ് ചെയ്യലാണ്. സോ സ്വാഭാവികമായിട്ടും ആൾക്കാരായിട്ട് ഇടപെടാൻ തന്നെ പറ്റുന്ന ആൾക്കാരെ അത് എടുത്തിട്ട് കാര്യമുണ്ട്. പിന്നെ നല്ല പോലെ മാർക്കറ്റിംഗ് സ്കിൽസ് ഉള്ള ആൾക്കാരോട് വർത്താനം പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാള് എപ്പോഴും മാർക്കറ്റിംഗ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ സിസ്റ്റം എടുത്താൽ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് സിസ്റ്റം അഡ്മിൻ ആയിട്ടൊക്കെ ജോബ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കുക. ഒന്ന് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ട്രൂലി അത് നിങ്ങൾ നോക്കണം. രണ്ടാമത്തത് ജോബ് ഓപ്ഷൻസ് ആണ്. സത്യം പറയുകയാണെങ്കിൽ ഇത് എല്ലാ ഫീൽഡിലും ജോബ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ എത്രത്തോളം കോമ്പീറ്റന്റ് ആണ് എന്നുള്ളത് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ഏത് ജോലി കിട്ടും, എത്ര സാലറീഡ് ആയിട്ടുള്ള ജോലി കിട്ടും. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തത് നിങ്ങൾ നോക്കേണ്ടത് ജോബ് ഓപ്ഷൻസ് ആണ്. മൂന്നാമത്തത് ഇപ്പൊ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് അവര് റൂറൽ മാനേജ്മെന്റിലും സോഷ്യൽ സർവീസിങ്ങിലും ഒക്കെ MBA കൊടുക്കുന്നുണ്ട്. അവരുടെ ബ്രാൻഡ് അതാണ്. അതുപോലെ പൂനെ സിംബയോസിസ്,
ബിസിനസ് അനലിറ്റിക്സിൽ വളരെയധികം കൂടുതൽ MBA ബ്രാൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പൂനെ സിംബയോസിസ്. സോ അങ്ങനെ വരുമ്പോ നമ്മൾ ജോയിൻ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബ്രാൻഡഡ് സ്പെഷ്യലൈസേഷൻ ഏതാണ്? നമ്മൾ അവിടുന്നാണോ, അവിടുന്നാണല്ലേ MBA ചെയ്തത്, അവിടുന്ന് മാർക്കറ്റിംഗിലല്ലേ, സോ ഇറ്റ്സ് ഡൺ. അത് ഒരു വലിയ ഘടകമാണ്. കാരണം ഇന്റർവ്യൂവിനൊക്കെ പോയിരിക്കുന്ന സമയത്ത് നമ്മൾ എവിടുന്ന് MBA എടുത്തു, ഏത് സ്പെഷ്യലൈസേഷൻ എടുത്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 കാര്യങ്ങൾ നോക്കുക സ്പെഷ്യലൈസേഷൻ തെരഞ്ഞെടുക്കുമ്പോൾ. ഒരിക്കലും എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സ്പെഷ്യലൈസേഷൻ എടുത്തു, ക്ലാസ്സസ് സ്പ്ലിറ്റ് ആവുമ്പോൾ ഞങ്ങൾക്ക് വേറെ വേറെ ക്ലാസ്സസിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു സില്ലി റീസൺ കൊണ്ട് ഒരിക്കലും ഒരു സ്പെഷ്യലൈസേഷൻ തെരഞ്ഞെടുക്കാതിരിക്കുക. വളരെ ആലോചിച്ച് നിങ്ങളുടെ ഇൻട്രസ്റ്റ്, ജോബ് ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷനിൽ ബ്രാൻഡഡ് ആണെങ്കിൽ ഗോ ഫോർ ദാറ്റ് സ്പെഷ്യലൈസേഷൻ. അപ്പൊ അതാണ് സ്പെഷ്യലൈസേഷനുകളെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി സ്വാഭാവികമായിട്ടും കേരളത്തിന് പുറത്തും പോയി MBA ഗൾഫ് കൺട്രീസിൽ അല്ലെങ്കിൽ ഔട്ട്സൈഡ് കേരളയൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാൻ നമ്മളുടെ കേരളത്തിൽ തന്നെ ഉള്ള നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതില് IIMs ഒന്നും കേരളത്തില് കോഴിക്കോട് മാത്രമേ ഉള്ളൂ, ആ രീതിയിലല്ല. എന്നാൽ പോലും നമ്മളുടെ യൂണിവേഴ്സിറ്റീസ് MBA ഓഫർ ചെയ്യുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, കണ്ണൂരിലുണ്ട്, MG യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ക്യുസാറ്റിലുണ്ട്, കേരള യൂണിവേഴ്സിറ്റി ഉണ്ട്, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ഫിഷറീസിലുണ്ട്. അതിൽ തന്നെ കാലിക്കറ്റിലും കണ്ണൂരിനും ഒക്കെ സബ് സെന്റേഴ്സ് ഉണ്ട്. ഇപ്പൊ കാലിക്കറ്റിന് തൃശ്ശൂര് ജോൺ മത്തായി സെന്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ MBAയുടെ ഒരു സബ് സെന്റർ ആണ്, സെൽഫ് ഫിനാൻസിങ് സബ് സെന്റർ ആണ്. അതുപോലെ തന്നെ കാലിക്കറ്റിൽ തന്നെ വേറെ ഉണ്ട്, തൃശ്ശൂർ ഒരു തിരൂരുണ്ട്, അവിടെ ഒരു സെന്റർ ഉണ്ട്. അപ്പൊ അങ്ങനെ അതുപോലെ കണ്ണൂരാണെങ്കിൽ പറശ്ശിനിക്കടവ് അവർക്കൊരു സെന്റർ ഉണ്ട്. അപ്പൊ ഇതിൽ കാലിക്കറ്റിനും കണ്ണൂരിനും അവരുടെ ക്യാമ്പസിന് വെളിയിലും സബ് സെന്റേഴ്സ് ഉണ്ട്. പക്ഷെ അത് സെൽഫ് ഫിനാൻസിങ് സബ് സെന്ററുകളാണ്. അങ്ങനെ ഒരു വകുപ്പിലാണ് MBA യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്നത്. ഫീ സ്ട്രക്ചറിൽ യൂണിവേഴ്സിറ്റീസ് മറ്റ് B സ്കൂളുകളെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പെർ സെം 7,000 rupees ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില് ഡയറക്റ്റ് ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നല്ല, നമ്മൾ കുറച്ച് റാങ്ക് കൂടി നിൽക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു സാമാന്യം ഭേദപ്പെട്ട റാങ്ക് വന്നാൽ യു ക്യാൻ. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് പെർ സെം 7,000 അത്രയൊക്കെ ഉള്ളൂ. യൂണിവേഴ്സിറ്റിയുടെ ഫീ സ്ട്രക്ചർ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. മറ്റ് B സ്കൂളിന്റെ അത്ര ഒരു എമൗണ്ട് വേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് IIMs ആണ്. ഏതൊരു MBA ആസ്പിരന്റെയും ആഗ്രഹം IIM അഹമ്മദാബാദിൽ പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളുടെ വേൾഡിൽ തന്നെ ഇപ്പൊ ഹാർവാർഡ് ബിസിനസ് സ്കൂൾ എന്നൊക്കെ പറയും, വേൾഡിലെ ടോപ്പ് ക്ലാസ് ബിസിനസ് സ്കൂളാണ്. അതിന് ഇക്വലന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു B സ്കൂളാണ് IIMs, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്. അത് അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ എക്സ്ക്ലൂസീവ്ലി ഫോർ മാനേജ്മെന്റ് ആണ്. മറ്റു കാര്യങ്ങൾക്കൊപ്പം മാനേജ്മെന്റിന് പകരം മാനേജ്മെന്റിന് മാത്രമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഏറ്റവും ടോപ്പ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഹമ്മദാബാദിൽ ഉള്ളതാണ്. പക്ഷെ നമ്മുടെ ഇവിടെ കാലിക്കറ്റ്, കോഴിക്കോട് IIMK ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്, ബാംഗ്ലൂർ ഒരുപാട് എടുത്തുണ്ട്. അത് പക്ഷെ IIMsലേക്ക് കയറണമെങ്കിൽ CAT എന്നുള്ളൊരു എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യണം. CAT എന്നുള്ളൊരു എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ നമുക്ക് ജോയിൻ ചെയ്യാൻ കിട്ടാവുന്ന ഒരു എക്സാം ആണ്. സോ IIMs ആണ് ഡ്രീം B സ്കൂൾ ഫോർ എവറി MBA ആസ്പിരന്റ്. പിന്നെ NITs ആണ്. ഇപ്പൊ നമ്മുടെ ഒരു സ്റ്റുഡന്റ് പ്രദ്യും എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ആ പയ്യൻ ഇതുപോലെ CAT പ്രിപ്പയർ ചെയ്തിട്ട് ഈ NITസും CAT തന്നെയാണ് കുട്ടികളെ എടുക്കുന്നത് കേട്ടോ. NIT അവർക്ക് ആ കുട്ടിക്ക് ഇന്റർവ്യൂവിന് വരെ കോൾ ഫോർ വന്നിരുന്നു. പക്ഷെ ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ ഒരു ഓൺലൈനിലായിരുന്നു, ഈ ലോക്ക്ഡൌണിന്റെ ഇടയിലായതുകൊണ്ട്. അതുകൊണ്ട് അതിനൊരു ചെറിയ പ്രശ്നമായതുകൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്നു പ്രദ്യുമിന്. NITs വെച്ചാൽ അവരത് അത്രത്തോളമൊക്കെ എത്തി എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെന്റ് ആണ്. സോ NITs അവിടെ നിങ്ങൾക്ക് MBA ഓപ്ഷൻ ഉണ്ട്. പിന്നെ എല്ലാം B സ്കൂൾസ് ആണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ കാറ്റഗറി ഇല്ല. B സ്കൂൾ മാറ്റും കെമാറ്റും ഒക്കെ എഴുതിയാൽ നമുക്ക് കിട്ടുന്നത് B സ്കൂൾസ് ആണ്. ഈ B സ്കൂൾസിന്റെ പ്രശ്നം എന്താ വെച്ചാല് പലതരത്തിലുള്ള B സ്കൂൾസ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇടയ്ക്കൊക്കെ ഒരു തമാശക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏതൊരു തട്ടുകടയിൽ നിന്നും വേണമെങ്കിൽ MBA എടുക്കാം എന്നുള്ള. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്.
എല്ലാ ആൾക്കാർക്കും പെട്ടെന്ന് അങ്ങോട്ട് അപ്രൂവ് കിട്ടി തുടങ്ങാവുന്ന ഒരു കോഴ്സ് പോലെ MBA മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബി സ്കൂളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ രാജഗിരി, SCMS അങ്ങനെയുള്ള ബി സ്കൂൾസ് ഒക്കെ ബ്രാൻഡഡ് ബി സ്കൂൾസ് ആണ്. നമ്മുടെ ഷാഹിന എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡന്റ് SCMS പഠിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ജിതിൻ, ആ പയ്യൻ വന്നപ്പോ പറഞ്ഞില്ലേ നിങ്ങളോട്, ആ പയ്യനെ SCMS എന്നാണ് MBA. അപ്പൊ എന്താ വെച്ചാൽ അതൊരു നല്ല ബി സ്കൂളാണ്, അതിന്റെ ടോപ്പ് ബ്രാൻഡഡ് ബി സ്കൂളുകളിൽ ഒന്നാണ്. ബി സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ ഫീസ് ഒബിയസ്ലി ഉണ്ട്, നമ്മൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ട്. ബി സ്കൂൾസില് ടോപ്പ് ക്ലാസ് ബി സ്കൂളുകളിൽ വരുമ്പോ ഫീസ് ഉണ്ട്. പക്ഷെ ബ്രാൻഡഡ് ആയിട്ടുള്ള ബി സ്കൂളുകൾ തെരഞ്ഞെടുത്താലുള്ള ഗുണം എന്താന്ന് വെച്ചാല് നിങ്ങൾ പ്ലേസ്ഡ് ആവും. നല്ല നല്ല ബി സ്കൂളുകൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുക എന്തിലേക്കാണ്, പ്ലേസ്മെന്റ് കൊണ്ടുവരാൻ. ഈവൻ ഒരു യൂണിവേഴ്സിറ്റിനെക്കാട്ടിലും ഉപരി ബി സ്കൂളുകളിലും IIMസിലും NITസിലാണ് പ്ലേസ്മെന്റ് ഒരു വലിയൊരു കാര്യമായിട്ട്. ഈ ബി സ്കൂളുകളിൽ പ്രത്യേകിച്ചും, കാരണം അവരുടെ ഏറ്റവും ബേസിക് സർവൈവൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലേസ്മെന്റ് കൊണ്ടുവരലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബി സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താ പറയാ, ഫീസ് ഒരു വലിയ ഘടകമാണ്. അതിനോ ഒപ്പം നിങ്ങൾ നോക്കേണ്ടത് പ്ലേസ്മെന്റ് എത്ര കിട്ടും എന്നുള്ളതാണ്. പ്ലേസ്മെന്റ് ജോബിലേക്ക് നിങ്ങൾ ക്യാമ്പസിൽ നിന്ന് തന്നെ ജോബിലേക്ക് കയറി പോകാൻ പറ്റുക. കാരണം MBAയുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാല് ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ട്. MBA എന്നുള്ള കോഴ്സിന് നല്ല കോമ്പറ്റീഷൻ ആണ്. ഒരുപാട് കാര്യങ്ങൾ MBAയിലേക്ക് നോക്കും. നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എടുത്തു, ഏത് സ്പെഷ്യലൈസേഷൻ എടുത്തു. അപ്പൊ കോർപ്പറേറ്റ് സെക്ടറിലേക്ക് ഒരു എൻട്രി വളരെ ബുദ്ധിമുട്ടാണ്. ഈ വളരെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, ഇറ്റ്സ് എ ഫാക്ട്. നമുക്ക് ചില എൻട്രീസ് ഡിഫിക്കൽട്ട്. അതിനുള്ള ഒരു ഈസി മെത്തേഡാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പ്ലേസ്മെന്റ് വഴി ക്യാമ്പസിൽ വന്നപ്പോ ഇന്ദു നിങ്ങളോട് ക്ലാസ് എടുത്തപ്പോ പറഞ്ഞില്ലേ, നമ്മളെ അന്വേഷിച്ച് കമ്പനികൾ നമ്മുടെ ക്യാമ്പസിലേക്ക് വരികയാണ്. അപ്പൊ അവിടെ നമുക്കാണ് എന്തുകൊണ്ടാണ് നമ്മളെ അന്വേഷിച്ച് നമ്മുടെ ക്യാമ്പസിലേക്ക് വരുന്നത്, അവർക്ക് നമ്മളെ ആവശ്യമുള്ളൂ. അപ്പൊ അവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ബി സ്കൂളുകളിൽ നിന്ന് നേരിട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയി പോവാൻ പറ്റിയാൽ അതൊരു യുവർ ലൈഫ് ഈസ് സെറ്റ്സ് എന്നാണ്. നമ്മൾ എൻട്രി കിട്ടി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീഷനും നിങ്ങളുടെ ഒരു ടാലന്റും അനുസരിച്ച് നിങ്ങൾക്ക് മാറാം. നിങ്ങൾക്ക് ഏതൊരു ജോബിലേക്ക് വേണമെങ്കിലും മാറിയും തിരിഞ്ഞും ഇരിക്കാം. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ബി സ്കൂൾ ഏതൊരു സ്കൂൾ കോളേജ് ആയാലും MBA പഠിക്കാൻ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, പ്ലേസ്മെന്റ് എത്ര തരുന്നുണ്ട്. ഇപ്പൊ ക്യുസാറ്റ് എനിക്കറിയാം, അവരൊരു 100% പ്ലേസ്മെന്റ് ആണ്. അത് നല്ല നല്ല KPMG ഒക്കെ പോലെ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ട് അവരെ പ്ലേസ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുന്നത്, ഗുഡ് സാലറി പാക്കേജ്. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് സാധാരണ ഒരു PG ചെയ്യുന്നതിന്റെ മുന്നൊരുക്കങ്ങളല്ല നിങ്ങൾ MBA ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. 3 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതൊരു MBA നിങ്ങൾ എൻട്രൻസ് കുറെ ഘട്ടമായിട്ട് നിങ്ങൾക്ക് ഒരു MBA ബി സ്കൂളില് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MBAക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ആദ്യം നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്തു. ഇപ്പൊ മാച്ച് ആയിക്കോട്ടെ, CAT ആയിക്കോട്ടെ, മാച്ച് ആയിക്കോട്ടെ, അത് ക്രാക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ കോളേജസിൽ നിന്ന് കോൾ ഫോറുകൾ ഇങ്ങനെ വരും. ഇത്ര ഒരു സ്കോർ ഉണ്ട്, സോ യു ആർ എലിജിബിൾ ടു ഗെറ്റ് അഡ്മിഷൻ ഇൻ ഓൾ ദിസ് കോളേജസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ വരും. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പ്ലേസ്മെന്റ് നോക്കി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറാൻ നമ്മൾ തീരുമാനിച്ചു. തീർന്നിട്ടില്ല. അപ്പോഴും നിങ്ങൾക്ക് 2 കടമ്പകൾ അവിടെ ബാക്കിയുണ്ട്. ഒന്ന്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും, ഒരു ഇന്റർവ്യൂ, പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിന് വേണമെങ്കിൽ അതിന്റെ മോക്ക് കൊടുക്കാൻ നമ്മൾ റെഡിയാണ്, നമ്മൾ അങ്ങനെ ചെയ്യിക്കാറുമുണ്ട്. അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഇപ്പൊ ഇന്ദുവിന്റെ ക്ലാസ്സിൽ തന്നെയാണ്, ഇന്ദുവിന്റെ ക്ലാസ് എന്നല്ല ഒരുവിധം പേരൊക്കെ പറഞ്ഞൊരു കേസാണത്. യു ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ എന്ന് ഒരു കമ്പനിക്കാര് അല്ലെങ്കിൽ അവരെങ്ങനെയാ മനസ്സിലാക്കുന്നത്, അത് ഗ്രൂപ്പ് ഡിസ്കഷൻ വഴിയാണ്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മാത്രം പോരാ, നമുക്ക് നന്നായി സംസാരിക്കാൻ അറിഞ്ഞാൽ പോരാ, മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാനുള്ള ഒരു മാന്യതയും കൂടി ഗ്രൂപ്പായിട്ടിരിക്കുമ്പോൾ നമുക്ക് വേണം. എന്തിനാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് വെച്ചാൽ, ഇന്ന് മിക്ക കോർപ്പറേറ്റുകളിലും ടീം വർക്കാണ്, ഒരു ഗ്രൂപ്പായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ രാജമിസ് പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ 4 ടീച്ചേഴ്സ് ഉണ്ട്, 4 പേരും ഗ്രൂപ്പ്
ഗ്രൂപ്പായിട്ട് പല കാര്യങ്ങൾക്ക് എഫേർട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ആ ഒരു പ്രൗഢിയോടെ നിലനിൽക്കാൻ പറ്റുന്നത്. ആ ഒരു അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് വരണമെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും അവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാനും അവരെ പറയാൻ അനുവദിക്കാനും ഒക്കെ ഉള്ള ഒരു ഗുണം വേണം. ആ ഗുണം ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ വളരെ അഗ്രസീവ് ആണ്. ഞാൻ പിടിച്ച വായിന് 3 കൊമ്പ് എന്ന് പറയും. ഇതാണ് തന്നെയാണ് നമ്മൾ മറ്റൊരാളെ അവരുടെ അഭിപ്രായം നമ്മൾ കേൾക്ക് കൂടിയില്ല. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരാളാണ്. പിന്നെ ചില ആൾക്കാരുണ്ട് വളരെ ഇനീഷ്യേറ്റീവ് ആണ്. എന്തൊരു കാര്യവും എന്ത് ചെയ്യും അവർ തുടങ്ങിക്കോളും, വേറെ ഒന്നും ഇല്ല, അവര് ദേ ആർ വില്ലിംഗ് ടു സ്റ്റാർട്ട്. അപ്പൊ ഇനീഷ്യേറ്റീവ്നെസ് നല്ലൊരു ക്വാളിറ്റിയാണത്. അതുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുന്നത്. ഈ ഗ്രൂപ്പ് ഡിസ്കഷനെ കുറിച്ചിട്ട് തന്നെ നിങ്ങൾക്കൊരു സെഷൻ നമുക്ക് തരേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ കോളേജസിലൊക്കെ വന്നതിന് ശേഷം അത് പ്രാക്ടിക്കലി തരാൻ പറ്റുള്ളൂ. പക്ഷെ മനസ്സിലാക്കുക, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന ഒരു കടമ്പ കടക്കേണ്ട ആവശ്യമുണ്ട്. അതിന് യു ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരിക. അതിപ്പോ പല ആൾക്കാരും പറയണേ എന്തിനാ ഇപ്പൊ ഇംഗ്ലീഷ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, ബാംഗ്ലൂർ ജോലി കിട്ടി പോയാൽ തന്നെ പഠിക്കൂലോ എന്ന്. നോ, നെവർ. ബാംഗ്ലൂർ ജോലി കിട്ടി പോണെങ്കിൽ നമുക്കിപ്പോ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. അപ്പൊ ഞാൻ ഒത്തിരി സ്റ്റുഡൻസ് പറയണ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാകും എന്നറിയാം. എങ്ങനെയെന്നുള്ളത് നമ്മൾ വിൽ ട്രെയിനിങ്. പിന്നുള്ളതാണ് ഇന്റർവ്യൂ. അവരൊരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാല് BBAക്ക് പഠിച്ച വിഷയങ്ങൾ നമ്മളൊരു കമ്പനിയിലുള്ള ഇന്റർവ്യൂവിന്റെ മോഡൽ ആയിരിക്കില്ല MBA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ. നമ്മൾ BBAക്ക് പഠിച്ച സബ്ജക്റ്റിനെ കുറിച്ചിട്ടും നമ്മുടെ ഇഷ്ടമുള്ള സബ്ജക്റ്റിനെ കുറിച്ചിട്ടും എന്തിനാണ് നിങ്ങൾ MBA ചൂസ് ചെയ്തത് എന്നുള്ളതും, എന്താ നിങ്ങളുടെ കരിയർ ആഫ്റ്റർ MBA, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനാണോ അല്ല ജോലി കോർപ്പറേറ്റില് ജോബ് ചെയ്യാനാണോ, വോട്ട് ഈസ് യുവർ, അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മിക്കപ്പോഴും ഒരു ഇന്റർവ്യൂവിന് ചോദിക്കുക. അപ്പൊ അത് മോക്ക് ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റുഡൻസിന് ട്രെയിനിങ് ചെയ്യാൻ നമ്മൾ വില്ലിംഗ് ആണ്. പ്രൊവൈഡഡ് നമ്മളിതെല്ലാ ഗ്രൂപ്പ് സ്റ്റുഡൻസിനോടും പറയാറുണ്ട്. പക്ഷെ ഇത് ഞങ്ങൾക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. കാരണം BBA കഴിഞ്ഞിട്ട് MBAക്ക് മാത്രമല്ല പോകാൻ പറ്റുക എന്നുള്ളതുകൊണ്ട് സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഇത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ ഇത് നിങ്ങൾക്ക് വില്ലിംഗിലി തരാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഏറ്റവും ഉള്ളൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഒരു ഫോർമൽ മെയിൽ ID നിങ്ങൾക്ക്. എന്താ ഇപ്പൊ നിങ്ങൾ ചോദിക്കുക എന്ത് ഈ ഫോർമൽ മെയിൽ ID? ഞാൻ ഇപ്പൊ പലരുടെയും മെയിൽ ID ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ashwati@gmail.com, പിന്നെന്താണ് lalulus@yahoo.com. See, this is not professional. ഇത് പ്രൊഫഷണൽ അല്ല ഒരിക്കലും. നിങ്ങളത് ഇപ്പൊ നിങ്ങളുടെ കുറ്റല്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മെയിൽ ID അഡ്മിഷൻ ഒക്കെ വേണ്ടി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോ നിങ്ങൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ പെറ്റ് നെയിം, ചിലപ്പോൾ നിങ്ങളുടെ പെറ്റിന്റെ നെയിം വരെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, മെയിൽ ID ഉണ്ടാക്കും. പക്ഷെ കീപ് ഇറ്റ് ഇൻ മൈൻഡ്, ഡിഗ്രി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഈ ഒരു മെയിൽ ID കൊണ്ട് 100,000 നമുക്ക് ഉപയോഗം. അപ്പൊ അത് ആവശ്യമായിട്ട് തന്നെ വരും. അപ്പൊ മിക്ക MBA ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കാര്യങ്ങൾ അവർ മെയിൽ അയക്കുമ്പോ അവർ നിങ്ങളുടെ മെയിൽ IDയുടെ പ്രൊഫഷണലിസം ചെക്ക് ചെയ്യും. ഫോർമൽ ആയിട്ടുള്ള ഒരു മെയിൽ ID ഉണ്ടാവണം. അപ്പൊ നിങ്ങളുടെ പേര് ഷെൽന എന്നാണെങ്കിൽ shelnacb@gmail.com. അല്ലാതെ ഷെൽനേനെ വീട്ടില് എന്താ പറയുക മണിക്കുട്ടി എന്നാണ് വിളിക്കുന്നത് വെച്ചിട്ട് shelnamaniക്കുട്ടി@gmail.com ഒന്നും അയക്കരുത്. അപ്പൊ ഒരുപാട് പേർക്ക് നിലവില് ഉള്ള Gmail ID എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫോർമൽ. അപ്പൊ കീപ് ഇറ്റ് ഇൻ മൈൻഡ്. നിങ്ങൾ ജോബിന് പോകുമ്പോൾ അത് MBA എന്നല്ല കേട്ടോ, MBA ആയാലും MCOM ആയാലും നിങ്ങൾ ഏത് ജോലിക്ക് പോകുമ്പോഴും ഇത്തരം മെയിൽ IDകൾ നിങ്ങൾ മാറ്റുക. നിങ്ങളുടെ ഫുൾ പേര് വരുന്ന രീതിയിൽ ഇപ്പൊ krishna.satyasheelan@gmail.com എന്ന് ഫുൾ പേര് വരുന്ന രീതിയിലുള്ള ഒരു ഫോർമൽ മെയിൽ ID ഉണ്ടാക്കുക. ഇതൊക്കെ MBAക്കുള്ള ഒരു പ്രീ റിക്വസിറ്റ്സ് ആണ്, മുൻകൂട്ടി നിങ്ങൾ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ വിത്ത് ദിസ് നമ്മളൊരു MBA എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചില ഒരു ബേസിക് ഐഡിയ മാത്രമാണ്. അപ്പൊ ഞാൻ ഒരിക്കലും നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതിലും ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. MBA ആസ്പിരൻസ് ആണ് എന്നുള്ള നിലയിലുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ആർക്കും ഡൗട്ട് ഒന്നുമില്ലേ? MBA കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എന്റെ ഒരു പ്രസന്റേഷനോട് കൂടി ധാരണയായ
അല്ല മിസ്സേ, എൻട്രൻസ് അപ്പൊ എപ്പോട്ടിട്ട് എഴുതി തുടങ്ങുന്നത്? എൻട്രൻസ് നിങ്ങൾക്ക് ഫൈനൽ ഇയർ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഇയർ തൊട്ട് എഴുതാട്ടോ. നമുക്കിതൊന്ന് പരിചയപ്പെടണം എന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, എങ്ങനെയൊക്കെ ഉണ്ട് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ അറിയണം എന്നാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയർ തൊട്ടിട്ട് തന്നെ വേണമെങ്കിൽ എഴുതാം. പക്ഷെ എപ്പോഴും അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. ഇത് ഇത്ര പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ എൻട്രൻസ് എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സീരിയസ്ലി MBA പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഇയർ ഒക്കെ തൊട്ടിട്ട് മെല്ലെ മെല്ലെ എഴുതി തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വരും എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ സെക്കൻഡ് ഇയർ തൊട്ടിട്ട് എഴുതി തുടങ്ങുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇനി വേറൊരു കാര്യം പറയാം, അതായത് ഈ എൻട്രൻസുകള് ടൈമിന്, അതായത് ഇപ്പോ എക്സാമിന്റെ ഡേറ്റ്സ് നിങ്ങൾ നോക്കൂ. നാഷണൽ എക്സാംസ് ഒക്കെ ഏകദേശം ഒക്ടോബർ ഫെബ്രുവരിയുടെ ഇടയിലാണ് ഉണ്ടാവാറ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ എക്സാം ഡിസംബർ ടു ഫെബ്രുവരിയിലാണ്. ഈ കെമാറ്റ് പോലത്തെ എക്സാംസ് ഒക്കെ മാർച്ച് ടു ജൂലൈ. ഈ ഒരു ടൈം നിങ്ങൾ മൈൻഡിൽ വെക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ MBA എൻട്രൻസിന് കോൾ ഫോർ ചെയ്തത് നമ്മൾ അറിയണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ടൈം പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചിലപ്പോൾ കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. നിർബന്ധമൊന്നുമില്ല, ചേർന്നുണ്ട് വിചാരിക്കും. അപ്പൊ അവരിങ്ങനെ പറയും ഓരോ എൻട്രൻസിന്റെ ഡീറ്റെയിൽ. ഇനി അങ്ങനെയല്ല സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് MBAക്ക്. അങ്ങനെ സെൽഫായിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ഡേറ്റുകൾ ഒന്ന് കൺസേൺ ആയിട്ട് ഓർത്തു നിൽക്കണം. ബിക്കോസ് ഈ ഡേറ്റുകളിൽ പേപ്പറിലാണ് നോട്ടിഫിക്കേഷൻസ് വരിക. ആ പേപ്പറിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു കോളമൊക്കെ ഉണ്ട്. അപ്പൊ പേപ്പർ വായിക്കണം, പേപ്പറിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കോളം വായിക്കണം. അങ്ങനെ വായിക്കുമ്പോഴാണ് ഈ എൻട്രൻസുകളെ കുറിച്ചിട്ട് കോൾ ഫോർ ഒക്കെ അറിയാൻ പറ്റുക. പിന്നെ നിങ്ങൾ അതാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? മിസ്സേ, ബി സ്കൂളിൽ ചേരാൻ വേണ്ടിട്ട് ഏത് എൻട്രൻസ് യൂസ് ചെയ്യാ? എന്താ മോളെ, കേട്ടില്ലടാ? ബി സ്കൂൾസിൽ അഡ്മിഷൻ MBAയുടെ അതിന് ഏത് എൻട്രൻസ് കിട്ടുന്നത്? അത് മാറ്റ് ആണ് കുട്ടി. മാറ്റ് എഴുതിയാലും കെമാറ്റ് എഴുതിയാലും നിങ്ങൾക്ക് പല ബി സ്കൂൾസിലും അത് കോമൺ എൻട്രൻസ് ആണ്. അപ്പൊ അത് മാറ്റ് എഴുതാം, കെമാറ്റ് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് നാട്ടിലുള്ളതോ അല്ലെങ്കിൽ ഇപ്പൊ പുറത്ത്, ഇപ്പൊ കോയമ്പത്തൂർ, തമിഴ്നാട് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ബി സ്കൂൾസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്താ ചിന്തിക്കുന്നത് വെച്ചാൽ ഇപ്പൊ പുറത്തന്നെ പോയി പഠിക്കുന്നത് നിർബന്ധമുള്ളവർക്ക് ഈ മാറ്റോ കെമാറ്റോ എഴുതിയാൽ ഔട്ട്സൈഡ് പോകാം. ഔട്ട്സൈഡ് കേരളത്തിലും പഠിക്കാം, ഔട്ട്സൈഡ് കേരളയിലും പഠിക്കാം. ബി സ്കൂൾസിലാണെങ്കിൽ കെമാറ്റ്, മാറ്റ് തുടങ്ങിയ എൻട്രൻസ് ടെസ്റ്റുകളാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരിക. പിന്നെ എനി മോർ ഡൗട്ട്സ്? ബോയ്സിന്റെ ഭാഗത്തുനിന്ന് ആരും MBAക്ക് പോണില്ല? ഷെയ്ദ മിസ് പറഞ്ഞ പോലെ ഒക്കെ മ്യൂട്ടാക്കി വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ്, എട്ടരക്കുള്ള ക്ലാസ് ആയതുകൊണ്ട്. ശ്രീറാം ഉണ്ടോ? ശ്രീറാം. അബ്ദുവിന്റെ എന്താണ് ചിരിക്കണ, കരിയണ? അല്ല മിസ്സേ, MBAക്ക് ഈ 2 കൊല്ലം എത്ര പേപ്പർ, അങ്ങനെ എത്ര സബ്ജക്ട് ഉണ്ടാവും? അങ്ങനെയില്ല കുട്ടി. CA പോലത്തെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് അങ്ങനെയല്ല. അത് ഞാനൊരു സിലബസ് പറഞ്ഞില്ലേ മോളെ, ആ സിലബസില് പറയുന്ന കാര്യങ്ങൾ ഒറ്റൊരു എൻട്രൻസ് ആണ്. അപ്പൊ കെമാറ്റ് എന്ന് പറഞ്ഞ ഒരു എൻട്രൻസ് ആണ്. ആ കെമാറ്റ് നിനക്ക് സെക്കൻഡ് ഇയർ തൊട്ടിട്ട് ഫൈനൽ ഇയർ പാസ് ആവണവരെ എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതാം, ഒരു പ്രശ്നമില്ല. ഒറ്റ പേപ്പറാണ്, പല ഗ്രൂപ്പായിട്ടില്ല. അപ്പൊ ഇന്നലെ അരുൺ പറഞ്ഞ പോലെ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് MBAയിൽ ഇല്ല. കമ്പാരിറ്റീവ്ലി എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ ഒറ്റൊരു എൻട്രൻസ് എഴുതിയാൽ മതി, ഒറ്റൊരു പേപ്പറാണ്. ഇത് ഞാൻ പറഞ്ഞ സിലബസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നേ ഉള്ളൂ. ഓക്കെ. ഇനി ശ്രീരാമൻ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ വന്നിട്ടുണ്ടായല്ലോ. ശ്രീരാമന് MBAക്ക് പോകണമെന്ന് ആഗ്രഹമില്ല? എന്നിട്ട് എന്താ ചോദ്യം ചോദിക്കാത്തെ? ഒക്കെ മനസ്സിലായോ? ഞാൻ ഇത്ര നന്നായിട്ട് പഠിപ്പിച്ചേ എല്ലാം ഒറ്റയ്ക്ക് മനസ്സിലായി? അതൊന്നും മനസ്സിലായില്ലേ? കൊറേയൊക്കെ മനസ്സിലായി. അപ്പൊ പിന്നെ ഇവിടെ നിനക്ക് ഈ കൊറേയൊക്കെ മനസ്സിലാവുമ്പോ കൊറേയൊക്കെ മനസ്സിലാവാത്തുണ്ടല്ലോ. അതേതായി മനസ്സിലാവാത്തത്? അതിപ്പോ നമ്മളിപ്പോ ഇന്ത്യയുടെ പുറത്ത് പെർസ്യൂ ചെയ്യണമെങ്കിൽ എങ്ങനെയാ കാര്യങ്ങള്? ഇന്ത്യയുടെ പുറത്ത്. ഓക്കെ, ഇന്ത്യയുടെ പുറത്ത് എന്ന് പറയുമ്പോ നമുക്ക്
അവിടെയും കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. പ്രശ്നങ്ങളെന്നല്ല, നമ്മളിപ്പോ ഇപ്പൊ ലണ്ടൻ സ്കൂൾ ഓഫ് ബിസിനസ് വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ബി സ്കൂൾസ് ഇൻ ദ വേൾഡ് ആണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഇവരൊക്കെ MBA ഓഫർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെയൊക്കെ ടോപ്പ് എന്താ പറയാ ബി സ്കൂൾസ് ആണ്. നമുക്ക് ഇവിടേക്കും പോകാം. പക്ഷെ ഇവിടേക്ക് പോകാൻ എന്ന് പറയുമ്പോ ഇതിന്റെ ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അവര് എൻട്രൻസുകൾ നടത്തിയിട്ടുണ്ടാവും. നമുക്കിപ്പോ അതില് രണ്ട് കേസായിട്ട് വരും. ഒന്ന്, ഔട്ട്സൈഡ് ഇന്ത്യ പോവാനായിട്ട് പൊതുവിൽ നമ്മൾ കൊടുക്കേണ്ട കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള ഫോർമാലിറ്റീസും നോക്കേണ്ടി വരും. പ്ലസ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പൊ ഏത് അത് തെരഞ്ഞെടുക്കണം. ഇൻസ്റ്റിറ്റ്യൂഷൻ പുറത്ത് പോയി പഠിക്കണം. ഇപ്പൊ നമ്മുടെ ഷിനാസ് അവര് പുറത്താണ് പോയി പഠിക്കുന്നത്. ഇന്റർനാഷണൽ ബിസിനസ് ആണ് അവര് ഒരു ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. അവിടെ നോർമലി ഇത്തരം പ്രോസസ് ഒക്കെ കൺസൾട്ടൻസീസ് വഴിയാണ് പുറത്തൊക്കെ പോയി പഠിക്കുമ്പോൾ ചെയ്യാറുണ്ടോ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഏത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ രണ്ട് രീതിയിൽ നമുക്ക് പഠിക്കാം. അതായത് ഫുള്ളായിട്ട് പാരന്റൽ സപ്പോർട്ടോട് കൂടിയിട്ട്, അതായത് പൈസ അവര് ഫുൾ പേ ചെയ്തിട്ട് അങ്ങനെ പഠിക്കാം, പാരന്റ്സ് കൊടുക്കുന്നു ആ രീതിയിൽ. രണ്ടാമത്തത് സ്റ്റുഡൻസിന് ഏൺ ചെയ്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ പുറത്ത് ഔട്ട്സൈഡ് ഇന്ത്യ വളരെ കൂടുതലാണ്. സോ നിങ്ങൾക്ക് അവിടെ ഏൺ ചെയ്യാം, അവിടെ തന്നെ പഠിക്കാം. ആ രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ മുമ്പായിട്ട് പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ പുറത്ത് എവിടെ, അതായത് നമ്മള് ലണ്ടൻ പോലെ അങ്ങ് ഉള്ള സ്ഥലത്താണ്. സോ നിങ്ങൾ എവിടെയാണ് പുറത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സ്പെസിഫിക് ആയിരിക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. ഈ നമ്മുടെ കേരളത്തിന്റെയോ ഇന്ത്യയുടെയോ ഉള്ളിൽ പഠിക്കുന്ന പോലെ തന്നെയാണ് പല തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുറത്തും അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ളിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഒക്കെ അറിയാൻ നമുക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. പലപ്പോഴും പുറത്ത് പോകുമ്പോൾ ഒരു റിസ്ക് അതാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് എന്നുള്ളത്. അപ്പൊ അത് രണ്ട് സെറ്റ് ആയിട്ടാണ് പുറത്ത് പഠിക്കുക. ഒന്ന്, പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പോകേണ്ട കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. ആ ഫോർമാലിറ്റീസിൽ കൂടിയും പോകണം. പ്ലസ് പുറത്ത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ തെരഞ്ഞെടുത്തിട്ട് അവരുടെ എൻട്രൻസ്, അവരുടെ കാര്യങ്ങള് അത് നിങ്ങൾ ആ ഒരു പാത്തും കൂടി അങ്ങനെ പാരലലി രണ്ട് പ്രോസസ്സ് സോർട്ട് ഔട്ട് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് പുറത്ത് പഠിക്കാൻ പറ്റുള്ളൂ. പുറത്ത് പഠിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ യു ഷുഡ് ബി വെരി കെയർഫുൾ. പുറത്തുനിന്നല്ല എവിടെയായാലും, പക്ഷെ യു ഷുഡ് ബി കെയർഫുൾ. ഐ ഹോപ്പ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. യെസ് മിസ്. ഓക്കെ. ഇനി എനി മോർ ഡൗട്ട്സ്? എന്താ ഞാനത് ചോദിക്കണേ വെച്ചാൽ ഇനി വേറെ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോണത്. ഇതിന്റെ സംശയ നിവാരണങ്ങൾ ഇവിടെ കഴിഞ്ഞാല് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോ ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത സെഷനിലേക്ക് പ്രൊസീഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കണ്ടല്ലോ നിങ്ങളെ 3 കൊല്ലത്തോളം. അപ്പൊ നമ്മളോട് പേഴ്സണലി അപ്പൊ ചോദിച്ചാലും മതി. ഇനി നെക്സ്റ്റ്, സർട്ടിഫിക്കറ്റ് കോഴ്സ്. MBA ആയിട്ടുള്ള യാതൊരുവിധ ബന്ധമില്ലാത്ത സാധനമാണ് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് പറയുമ്പോൾ. ഇതെന്തിനാ ഞാൻ പറയണേന്ന് വിചാരിച്ചാല് 2 കാര്യമാണ്. ഒന്ന്, ഇന്നലെ ഇന്ദു ക്ലാസ് എടുത്തപ്പോ ആ കുട്ടിയുടെ സെഷനില് ലാസ്റ്റ് ഒരു നിങ്ങൾ സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടും അങ്ങനെ പഠിച്ചാലുള്ള ഗുണത്തിനെ കുറിച്ചിട്ടൊക്കെ ആ കുട്ടി പറയണ്ടേ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഗുണം ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കോളേജ് ഇത്തരം കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്തിനാണ് സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നുള്ളൊരു ധാരണ വളരെ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട കാര്യമാണ്. മിക്ക ആൾക്കാർക്കും അതെന്താണെന്നൊരു അറിവില്ല. ഇപ്പൊ ഇന്നലെ ഇന്ദുവിന്റെ സെഷനിൽ ഇന്ദു പറഞ്ഞില്ലേ, അതായത് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് കുറെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ വരുമ്പോ ഞാൻ ഇങ്ങനെ വിചാരിക്കും, എന്തിനിപ്പോ ഇതൊക്കെ എടുക്കണത്, അല്ലെ BBA പഠിച്ചു തീർന്നില്ല, ഇനിയിപ്പോ അതിന്റെ ഇടയിൽ കൂടെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സും കൂടി പഠിച്ചിട്ടാണ് മനുഷ്യൻ, അല്ലെങ്കിലേ സമയമില്ല. അത് സത്യമാണ്. നമ്മള് എല്ലാ സ്റ്റുഡൻസിന്റെയും ഒരു നോഷൻ ഇങ്ങനെയാണ്, ആദ്യം ഇപ്പൊ ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ആകട്ടെ, പിന്നെ ഇപ്പൊ എന്തിനാണ് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നുള്ള ഒരു തോട്ട് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത് എന്താന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ നമുക്കിന്ന് ജോബ് മാർക്കറ്റിൽ എല്ലാവരും എന്തിനാ പഠിക്കണത്? നമുക്ക് എല്ലാവർക്കും ജീവിക്കണം. പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് മൈ ഫാദർ ഇസ് റിച്ച് എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് വല്ല കാര്യം ഉണ്ടാ? ഇല്ല, അത് നമുക്ക് പറ്റില്ല. സ്വന്തമായിട്ട് അധ്വാനിച്ച് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമുക്ക് സ്വന്തം കാലിൽ നിൽക്കണം.
അങ്ങനെ നിന്നാൽ തന്നെ നമുക്കൊരു ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉള്ളൂ. ഹാപ്പി ലൈഫ് ഞാൻ പറയില്ല, പക്ഷെ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഏത് കോഴ്സ് പഠിച്ചാലും നമ്മൾ ജോലിക്ക് കയറണ്ടേ? അപ്പൊ അൾട്ടിമേറ്റ്ലി എന്ത് പഠിച്ചാലും ഏറ്റവും അവസാനം നമ്മുടെ ലക്ഷ്യം വന്ന് നിൽക്കുന്നത് ഒരു ജോലിക്ക് കയറുക എന്നുള്ളത്. ഒരു 6000 8,000 ഒക്കെ രൂപയ്ക്ക് സാലറി കിട്ടുന്ന ജോലിക്ക് കയറിയിട്ട് ഇക്കാലത്ത് വല്ല കാര്യമുണ്ടോ? ഒരു മിനിമം 10 കിടക്കണമെങ്കിൽ 100 രൂപ തികച്ച് കയ്യിൽ വേണമെന്ന് പറയും. അങ്ങനെ ഒരു ഡയലോഗൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയാണ് അവസ്ഥ. ഇപ്പൊ ഇനി നിങ്ങളുടെ ഒക്കെ ഒരു ഏജ് വരുന്ന സമയത്ത് കയ്യിൽ സ്പെൻഡ് ചെയ്യാൻ ക്യാഷ് ഉണ്ടാവണം എന്നുള്ളത് ഇറ്റ്സ് ഫോർ നോ ഡൗട്ട്, അത് വേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞൊരു യുദ്ധത്തിന് ഇറങ്ങണൊക്കെ ഒരു ഫീലാണ്. കാരണം ഇഷ്ടം പോലെ കോമ്പറ്റീഷനാണ്. നിങ്ങളിപ്പോ ഇവിടെ നമ്മുടെ കോളേജിലൊക്കെ ഉള്ള സമയത്ത് ഒരു മാനേജ്മെന്റ് ഫെസ്റ്റുകളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള മാനേജ്മെന്റ് ഫെസ്റ്റിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ തന്നെ അറിയാം എത്ര കുട്ടികളാണെന്നറിയോ. അപ്പൊ നിങ്ങൾ അങ്ങനെ കുട്ടികളെ കാണുമ്പോ എനിക്ക് എത്ര ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് ചിന്തിക്കണതിന് പകരം ദൈവമേ ഈ കണ്ട ആൾക്കാരോടൊക്കെ കോമ്പീറ്റ് ചെയ്തിട്ടാണ് ഞാനൊരു ജോലിക്ക് കയറേണ്ടത് എന്ന് കൂടി ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ തോന്നുന്നു. അപ്പൊ അത് നമ്മളൊരു ജോബ് മാർക്കറ്റിലേക്ക് കയറുമ്പോൾ അനൂപിന്റെ ഒരു സെഷനിൽ അനൂപ് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിങ്. ഞാൻ എന്നെ തന്നെ ബ്രാൻഡ് ചെയ്യാണ്. നമ്മൾ കമ്പനികളോട് ചോദിക്കുകയാണ്, നോക്ക് ആൻഡ് ബെസ്റ്റ് പേഴ്സൺ യു വോണ്ട് ടു ഹയർ മീ, അത് ഞാൻ അടിപൊളി ഒരു ജോബ് പക്ക സെറ്റാണ്, നിങ്ങളെ ജോലിക്ക് എടുത്ത് ഐ പ്രൂവ് മൈസെൽഫ്. അത് നിങ്ങൾ ബ്രാൻഡ് ചെയ്യാണ്. അങ്ങനെ ബ്രാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറെ ആയുധങ്ങളൊക്കെ കയ്യിൽ വേണം. ആ ഡിഗ്രി മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. PG നമ്മള് ഡിഗ്രിയുടെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം അല്ലെങ്കിൽ PGയുടെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം പഠിച്ചൊരു ഇന്റർവ്യൂവിൽ പോകുന്നതിലും നല്ലതായിരിക്കും കൂടെ കുറച്ച് സർട്ടിഫിക്കറ്റുകൾ വേറെ കയ്യിലുണ്ടെങ്കിൽ. നമ്മൾ ഡാൻസ് കളിക്കണു, അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഓക്കെ യു ആർ എ ഗുഡ് ഡാൻസർ, സോ വാട്ട്സ് ഫോർ അസ്. അതിന് ഞങ്ങൾക്ക് എങ്ങനെ, ഞങ്ങളിവിടെ ഡാൻസ് അല്ല പഠിപ്പിക്കണത്, ഇത് മോശമെന്നല്ല കേട്ടോ പറയണത്, ഡാൻസ് കളിക്കണത് മോശമെന്നല്ല പറയണത്, അല്ലെങ്കിൽ അത് വേണ്ടെന്നല്ല പറയണത്. പക്ഷേ അതിനു കൂടെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ഡാൻസ്, പാട്ട്, ഡ്രാമ അങ്ങനെയുള്ള എല്ലാ കഴിവുകൾക്കും ഒപ്പം വെറും ഒരു ഡിഗ്രി മാത്രമല്ല, അതിന്റെ കൂടെ ചെറിയ 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 കുറച്ച് സർട്ടിഫിക്കറ്റുകൾ കൂടി കിട്ടിയാൽ നിങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ കൂടുകയാണ്. അപ്പൊ എടുത്തിട്ട് പയറ്റാൻ ഇഷ്ടം പോലെ എക്യുപ്ഡ് ആവുകയാണ് നിങ്ങൾ. അപ്പൊ അങ്ങനെ എക്യുപ്ഡ് ആക്കാൻ ഇതിന് നമുക്ക് സമയമില്ല. ഈ 3 കൊല്ലം കൊണ്ട് എക്യുപ്ഡ് ആവണം, അല്ലെങ്കിൽ 3 കൊല്ലം 2 കൊല്ലം PG കൂടി കഴിഞ്ഞ് 5 കൊല്ലത്തിനുള്ളിൽ സെറ്റ് ആവണം. അങ്ങനെ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. നമ്മൾ ഈ ഓറിയന്റേഷൻ പരിപാടി തന്നെ വെച്ചത് നിങ്ങളെ അങ്ങനെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ പോകുമ്പോ 3 കൊല്ലം നമ്മൾ ഡിഗ്രി മാത്രം, ഞാൻ വേറെ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ഓൺലി ഓൺ ഡിഗ്രി അങ്ങനെ വിചാരിച്ച് നമ്മൾ പഠിച്ചു. പക്ഷേ അങ്ങനെ മാത്രം പഠിച്ചിറങ്ങിയിട്ട് കാര്യമില്ല. അതിന്റെ കൂടെ ചില സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഇത് ഡിഗ്രി കഴിഞ്ഞിട്ട് പഠിച്ചുകൂടെയും ചോദിച്ചാൽ വേസ്റ്റ് ആണ്, ടൈം വേസ്റ്റ് ആണ്. കൂടെ ഡിഗ്രിക്ക് കൂടെ കിട്ടാവുന്ന ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി പിന്നീട് 1 or 2 കൊല്ലം മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ ടൈം വേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഡിഗ്രിയുടെ കൂടെ തന്നെ ഇത്തരം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്യുക എന്ന് പറയുന്നത്. പിന്നൊരു കാര്യം, ഇത് കോളേജിൽ നിന്ന് തന്നെ ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് വാലിഡിറ്റിയുടെ കേസിൽ നിങ്ങൾക്ക് സംശയിക്കണ്ട. നിങ്ങൾ പുറത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ എനിക്ക് ഒരുപാട് പിള്ളേർക്ക് എപ്പോഴും വിളിക്കാറുള്ളതാണ്, മിസ്സേ ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞുല്ലോ, അപ്പൊ ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്താലോ വിചാരിക്കാം, ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നൊരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്, അപ്പൊ അത് ചെയ്താലോ, അതിന് ആ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടോ? നമ്മൾ ആരോടാ ചോദിക്കാം? ഒരു നമുക്കും അതില് അറിവ് പരിമിതമാണ്. കാരണം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരോ ഓഫർ ചെയ്യുന്നു എന്ന് വെച്ചാൽ വി ഡോണ്ട് നോ ദാറ്റ്, നമുക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആക്കി പോകുമ്പോൾ ഒന്ന് സമയം ലാഭിക്കാൻ പറ്റും, 2 ആ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി അഷ്യൂർഡ് ആണ്. ആ സർട്ടിഫിക്കറ്റ് കൊണ്ടൊരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ, ഇതിനൊന്നും വാലിഡിറ്റി ഇല്ല എന്നുള്ളൊരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ട് വരില്ല. അതുകൊണ്ട് ഈ കൊല്ലം തൊട്ട് ഈ അക്കൗണ്ട്സ് അക്കാദമി ആക്ച്വലി നമ്മൾ കുറെ കൊല്ലങ്ങളായിട്ട് കൊടുക്കുന്നതാണ്. അതിനുപരി 2 എക്സ്ട്രാ ആഡ് ഓൺ കോഴ്സുകൾ ഈ കൊല്ലം തൊട്ട് നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് വേണം എന്നുള്ള രീതിയിൽ നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, കോഴ്സുറ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വലിയൊരു ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുടെ വലിയൊരു ഗെയിമിഫൈഡ് പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി കോഴ്സുറ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളുടെ MD കോളേജ് ഈ ഒരു കോഴ്സുറയിൽ ഒരു ചെറിയ സ്ഥലം ഓക്യുപ്പൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതാണ് MD കോളേജ് ഓൺ കോഴ്സുറ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഈ കൊറോണയുടെ കാലത്ത്
ഒരു 14,000 മേലെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുത്തിരുന്ന ഒരു പ്ലാനിലായിരുന്നു അത് നമ്മൾ റൺ ചെയ്തിരുന്നത്. ഇപ്പൊ ആ പ്ലാൻ മാറി, കൊറോണ ഇപ്പൊ സെപ്റ്റംബറോട് കൂടി ആ പ്ലാൻ തീർന്നു. ഇപ്പൊ നമ്മള് ബേസിക് പ്ലാൻ എന്നുള്ള ഒരു മോഡൽ, അതിനെ കുറിച്ച് നിങ്ങൾ കൺസേൺ ആവണ്ട. പ്ലാൻ എന്തായാലും കോഴ്സ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ പാർട്ട്, പക്ഷെ ഞാൻ പറഞ്ഞു മാത്രം. അപ്പൊ ആ ഒരു പ്ലാനിലാണ് ഇപ്പൊ നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലാൻ പ്രകാരം ഇപ്പോഴും ഒരുപാട് 4,000+ കോഴ്സുകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. ഈ കോഴ്സുകള് ഒരു കൊല്ലത്തിൽ ഒരാൾക്ക് ഒരു കോഴ്സ് ഫ്രീ ആയിട്ട് ചെയ്യാം. ആ പ്ലാൻ മാറിയതിന്റെ വ്യത്യാസം അവിടെയാണ്. നിങ്ങൾക്ക് അപ്പൊ ഒരു കോഴ്സ് ഒരു കൊല്ലം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ കമ്പൽസറി ആയിട്ട് എല്ലാ സ്റ്റുഡൻസും ഒരു കോഴ്സ് ചെയ്യാൻ ശ്രമിക്കുക. കോഴ്സറയിൽ നിങ്ങൾ ശ്രമിച്ചാൽ മതി. കാരണം കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ അടുത്തത് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഈ കോഴ്സറയുടെ പ്രോഗ്രാം അഡ്മിൻ ആയിട്ടുള്ള ചാർജ് ഉണ്ട് എനിക്ക്. അപ്പൊ ഞാൻ കോഴ്സറ ഒരു മെയിൽ ID നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ആ മെയിൽ ID-യിൽ എനിക്ക് മെയിൽ അയച്ചാൽ മതി. ഐ ആം ഇൻട്രസ്റ്റഡ് ടു ഡു കോഴ്സ് ഇൻ കോഴ്സറ എന്നുള്ളൊരു മെയിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ബാക്കി പ്രോസസ് ഒക്കെ ആ രീതിയിൽ നമ്മൾ ചെയ്യാം. നമ്മൾ നിങ്ങളെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്യിക്കുകയും ഈ പ്ലാറ്റ്ഫോമിലുള്ള കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുകയും അതിലേതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് ഒരു കൊല്ലം നമുക്ക് ചെയ്യാം. ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അത് 2 ആഴ്ചത്തെ കോഴ്സ് ഉണ്ട്, ഒരു 6 മാസത്തെ കോഴ്സ് ഉണ്ട്. സോ അത് നിങ്ങളുടെ ഇൻട്രസ്റ്റിലാണ്. സപ്പോസ് ആർക്കെങ്കിലും ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില് എനിക്കൊരു കുറച്ച്, അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ സ്കില്ലില്, റൈറ്റിംഗ് സ്കില്ലില്, അല്ലെങ്കിൽ സ്പീച്ച്, അങ്ങനെയുള്ള സ്കില്ലൊക്കെ എനിക്ക് വേണം എന്നുണ്ട് വിചാരിക്കും. ഇതിപ്പോ സബ്ജക്റ്റിന്റെ കൂടെ നിങ്ങൾക്ക് അതും കൂടി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് കോഴ്സറയിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ ടീച്ചിങ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രസന്റേഷൻ സ്കില്ല്, ഒത്തിരി സ്കിൽ റിലേറ്റഡ് കോഴ്സ് ഉണ്ട്. അതിലൊരു കോഴ്സ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സൗകര്യത്തിന് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂട്ടത്തിൽ വാലിഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഫ്രീ. ഇതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അതാണ് ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ കാര്യം. ഇനി ഇക്കൊല്ലം നമ്മള് ചെയ്തൊരു MOU സൈൻ ചെയ്തതാണ്. കെൽട്രോണും നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിലും കൂടി ചേർന്നിട്ട് ഒരു MOU, നമ്മളൊരു പ്രോഗ്രാം ഇവിടെ തുടങ്ങാനുള്ള ഒരു ധാരണ ആയിട്ടുണ്ട്. അതില് നിങ്ങൾക്ക് നമ്മൾ ഗ്രൂപ്പിൽ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മൾ പിടിച്ചു വെച്ചിരുന്നതാണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരും. അത് പെയ്ഡ് ആണ് കേട്ടോ. അത് പെയ്ഡ് കോഴ്സുകളാണ്. മിനിമം ഒരു 4,000 തൊട്ടിട്ട് 30,000 വരെ പേയ്മെന്റ് ഉള്ള കോഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ അത്രയും ഹൈ പേയ്മെന്റ് ഉള്ള കോഴ്സുകളെ കുറിച്ച് നിങ്ങളുടെ കേസിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. പേയ്മെന്റ് കൺസെഷൻസും കൂടി അവൈലബിൾ ആണ്. അതും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ആ കോഴ്സിന്റെ ഡീറ്റെയിൽസും നമ്മൾ നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അത് കമ്പൽസറി ആണ് കേട്ടോ. നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു കോഴ്സ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാ വെച്ചാല് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എക്യുപ്ഡ് ആയിട്ട് പോകണമെങ്കിൽ ഒരുപാട് സമയമൊന്നുമില്ല. ഡിഗ്രി കഴിയുന്നതിനോട് കൂടെ 4-5 ആഡ് ഓൺ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വാലിഡ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും ഞാൻ ഇനിയിപ്പോ ഗ്രൂപ്പുകളിൽ നമ്മൾ സജീവമായിട്ട് അതിന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. അതിന് മുമ്പ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ അക്കൗണ്ട്സ് അക്കാദമി നമ്മുടെ സെമിനിസിന്റെ ബ്രദറൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. വളരെ ടോപ്പ് ക്ലാസ് കോഴ്സുകൾ കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവരായിട്ട് നമുക്ക് ലോങ് ടേം അസോസിയേഷൻ ഉള്ളതാണ്. അവരുടെ കോഴ്സസിന്റെ കാര്യത്തിൽ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഇല്ലാത്തതാണ്. അവരായിട്ട് ലാസ്റ്റ് ഇയർ നമ്മൾ ഒരു ഒഫീഷ്യലി MOU സൈൻ ചെയ്തിട്ടുണ്ട്. അവരുടെ കോഴ്സുകളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ കെൽട്രോൺ NSDCയുടെ കോഴ്സസ് ഫോർ കമ്പൽസറി നിർബന്ധമായിട്ടൊരു ഏത് കോഴ്സ് വേണം എന്നുള്ളതൊക്കെ ഡിസ്കസ് ആൻഡ് നമ്മൾ ചെയ്യാം. പിന്നെ പേടിക്കണ്ട, ഫീസിന്റെ കേസിൽ വളരെ ഫീസ് കുറവുള്ള കോഴ്സസ് ആണ്. അത് നമ്മൾ ആ രീതിയിൽ നിങ്ങൾക്ക് റെഡിയാക്കി തരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബർഡൻ ഇല്ലാതെ കണ്ടു. ഇതാണ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ കേസിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താണ് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. മിസ്സേ, ഈ കെൽട്രോൺ NSDC എടുത്തവർക്ക് അക്കൗണ്ട്സ് അക്കാഡമിയുടെ കോഴ്സ് കൂടി ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ അഫ്താബെ, ചെയ്യാം. അക്കൗണ്ട്സ് അക്കാദമിയുടെ കോഴ്സ്, അതായത് നിന്റെ താല്പര്യമാണ്. നിനക്കിപ്പോ 3 കോഴ്സ് ചെയ്യണം എന്ന് വിചാരിച്ചോ. നിനക്ക് കോഴ്സറയുടെ ഒരു കോഴ്സ് ചെയ്യണം, കെൽട്രോണിന്റെ ഒരു കോഴ്സ് ചെയ്യണം, അക്കൗണ്ട്സ് അക്കാദമിയുടെ ഒരു കോഴ്സ് ചെയ്യണം. ദെൻ 3 സർട്ടിഫിക്കറ്റ് കിട്ടും. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ചെയ്യാം കേട്ടോ.
പിന്നെ ഇതിലെന്താ നമ്മള് കെൽട്രോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസിൽ നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു കൗൺസിലാണ്. ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കോഴ്സുകളുടെയും വാലിഡിറ്റി അഷ്വർ ചെയ്യുന്ന ഒരു കൗൺസിലാണ് ഈ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഈ കൗൺസിലിന്റെ ഒരു സെന്റർ ആയിട്ട് ഇപ്രാവശ്യം നമ്മുടെ കോളേജിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ NSDCയുടെ ഒരു സെന്റർ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തരം കോഴ്സുകൾ നമ്മുടെ കോളേജിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ NSDCയുടെ അംഗീകാരമുള്ളത് എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ കെൽട്രോണിന്റെ കോഴ്സ് വാലിഡിറ്റി ഉണ്ട് എന്ന് നമ്മൾ ഇത്ര അഷ്വർ ചെയ്ത് പറയുന്നത്. അപ്പൊ അത് ഞാൻ ആ NSDCയുടെ കാര്യം പറയാൻ വിട്ടുപോയതുകൊണ്ട് രണ്ടാമത് പറഞ്ഞതാണ്. അപ്പൊ ഓരോന്നിലും ഓരോ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, അതിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്ടുകൾ നോക്കിയിട്ട്. ഒരു പ്രശ്നമില്ല, കോഴ്സിന്റെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. മാക്സിമം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിബഡി സർട്ടിഫിക്കറ്റ് കോഴ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കൺസേൺസ് ചെയ്യണം എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ എല്ലാ കോളേജുകളും ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കോഴ്സസ് കൊടുക്കുവോ? ഒരുപാട് കോളേജസ് കൊടുക്കുന്നുണ്ടാ. നമ്മുടെ കോളേജസ് ഇക്കൊല്ലാണ് അതിനെ കുറിച്ച് സീരിയസ്ലി തിങ്ക് ചെയ്ത് തുടങ്ങിയത്. ആക്ച്വലി ഇപ്പൊ MBS ഒക്കെ പോയി കഴിഞ്ഞാൽ അവര് ഔട്ട്സൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് പോലും ടൈപ്പ് വെച്ചിട്ട് ഇഷ്ടം പോലെ കോഴ്സസ് കൊടുക്കുന്നുണ്ട് ഇതില്. അപ്പൊ ഇതിപ്പോ സ്റ്റുഡൻസിന് ഒരു ആവശ്യമാണ് എന്നുള്ള ഒരു ബോധം എന്താ നമ്മളിങ്ങനെ ചിന്തിക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ കോളേജിൽ ഒരുപാട് കുട്ടികള് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇത്തരം കോഴ്സുകൾക്ക് പോവാണേ. അപ്പൊ അവരുടെ ഒരു കൊല്ലം പോവാണ്. അപ്പൊ അതായത് പെട്ടെന്ന് ജോലിക്ക് കയറണം എന്ന ആൾക്കാർ, ചില നിർബന്ധമുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊല്ലം ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യാണ്. ഇപ്പൊ ലോജിസ്റ്റിക്സിന്റെ കോഴ്സസ് ഒക്കെ നമ്മുടെ കുട്ടികൾ BBA കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ലോജിസ്റ്റിക്സിന്റെ കോഴ്സ് ഒക്കെ പോയി പഠിച്ചിട്ടുണ്ടായി. അപ്പൊ നമ്മളെന്താ ചിന്തിക്കണേന്ന് വെച്ചാൽ ഇത് ഇവിടെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നിങ്ങൾ ഒരു കൊല്ലം ലാഭിക്കാലോ. അത് മാത്രല്ല, ഇഫ് പോസിബിൾ നിങ്ങൾ ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്കെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒരു പ്ലേസ്മെന്റ് ഒക്കെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. ഡിഗ്രിക്ക് പ്ലേസ്മെന്റ് വളരെ കുറവാണ് എല്ലായിടത്തും, ഒക്കെ PG ആണ് പ്ലേസ്മെന്റ്. അപ്പൊ ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലൂടെയുള്ള ടൈപ്പിലൂടെ മാത്രമേ നമുക്ക് കോളേജിലേക്ക് പ്ലേസ്മെന്റുകളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് കോളേജിന്റെ നിലനിൽപ്പിനും അതിനുപരി നിങ്ങൾക്കും. പിന്നെ നമ്മുടെ കോളേജിൽ വരുന്ന ഒരുപാട് കുട്ടികൾ റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഫിനാൻഷ്യലി പുവർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്നവരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു ജോലി കിട്ടുക എന്നുള്ളത് ആവശ്യമായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ നമുക്ക് തോന്നുന്നൊരു കാര്യമാണ്, ഒരു പ്ലേസ്മെന്റിന്റെ രീതിയിലേക്ക് എന്തെങ്കിലും ഒരു ചാൻസ് 2 പേർക്കെങ്കിലും ജോലി കോളേജിൽ തന്നെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുക അതൊരു വലിയ കാര്യമല്ലേ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. നിങ്ങൾ ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്കെങ്കിലും അതിന് പറ്റണം എന്നുള്ളൊരു ശ്രമത്തിലാണ് നമ്മൾ എല്ലാവരും. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്. കാരണം ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ വഴി മാത്രമേ ഇപ്പൊ കെൽട്രോണുകാരൊക്കെ പോളിടെക്നിക്കലും എഞ്ചിനീയറിംഗ് കോളേജസിലൊക്കെ പോയിട്ട് എന്താ പറയാ പ്ലേസ്മെന്റ് നടത്തുന്ന ആൾക്കാരാണ്. ഇക്കൊല്ലാണ് അവർ ആദ്യമായിട്ട് ആർട്സ് സെക്ടറിലേക്ക് അവരുടെ എക്സ്പാൻഡ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ വാങ്ങിയെടുത്തൊരു ഇതാണ് ഈ NSDC കെൽട്രോണിന്റെ ഒരു MOU എന്ന് പറയുന്നത്. നമ്മുടെ ഉദ്ദേശം എന്താണ്? ലോങ് ടേം വിഷൻ ഒരു പ്ലേസ്മെന്റ് കൂടി ഇവിടെ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒത്തിരി കോളേജസ് ഓഫർ ചെയ്യുന്നുണ്ട്. MES പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റ് കോളേജസ് ഒക്കെ ഇഷ്ടം പോലെ കോഴ്സസ് ഇപ്പൊ ഓഫർ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഫോർ എവ്രി വൺ, ഐ ഫീൽ സോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്താ പറഞ്ഞേ? ഈ കുറെ ആൾക്കാർ പുറത്തു പോയിട്ട് BBA ഏവിയേഷൻ, BCom ലോജിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞു പഠിക്കണം ബാംഗ്ലൂർ. അതൊക്കെ ഇതേമാതിരത്തെ ആഡ് ഓൺ കോഴ്സുകളാ? അല്ലടാ, അത് നീ ഇപ്പൊ BBA ഫിനാൻസ് പഠിക്കുന്നില്ലേ കുട്ടി? ആഡ് ഓൺ കോഴ്സ് അല്ല മോനെ. BBA എന്ന് പറഞ്ഞ ഒരു ബാച്ചിലർ ഡിഗ്രി ആണ്. ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ അക്കൗണ്ടിങ് ബാർ ടാലി, അതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. അതുപോലെ തന്നെ ഇപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ്, അത് ആ കോഴ്സിന്റെ ലിസ്റ്റ് ഗ്രൂപ്പിൽ ഇട്ട് തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. ഓക്കെ. ഇനി GSTയുടെ കോഴ്സുകള്, അതുപോലെ ടാലിയുടെ കോഴ്സുകൾ, അങ്ങനെ ഫോറിൻ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സുകൾ, അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ആ കോഴ്സ് മാത്രമായിട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഗുണം എന്താ വെച്ചാൽ ആ കാര്യത്തിന് നിങ്ങളെ തറവായിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ BBA ഏവിയേഷൻ എന്ന് പറയുന്നത്
നമ്മൾ ഇവിടെ BBA ഫിനാൻസ് ഒക്കെ പഠിക്കുന്ന പോലെ ഇവിടെ നമ്മുടെ BBA എന്താ, ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ. അതുപോലെ ഏവിയേഷൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബാച്ചിലർ കോഴ്സാണ് BBA. അത് ആഡ് ഓൺ കോഴ്സ് അല്ല കേട്ടാ. അബ്ദുൽ മനസ്സിലായ? വാല്യൂ വ്യത്യാസം വരുമോ ഏതിന്? നമ്മൾ ഈ ലോജിസ്റ്റിക് ഏവിയേഷൻ പോലത്തെ കോഴ്സുകൾക്കൊക്കെ പുറത്തു പോയി പഠിക്കണേറ്റ്? നോ അങ്ങനെയല്ല കുട്ടി. പുറത്തു പോയി പഠിക്കാൻ നിങ്ങൾക്ക് ഈ ഏവിയേഷന്റെ കോഴ്സുകള് രണ്ട് രീതിയിൽ ചെയ്യാം. ഏവിയേഷന്റെ കോഴ്സ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയിട്ട് അവൈലബിൾ അല്ല കേട്ടോ. ഏവിയേഷന്റെ ഒരു ബാച്ചിലർ പ്രോഗ്രാം ആയിട്ടേ അവൈലബിൾ ഉള്ളൂ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ BBA കഴിഞ്ഞിട്ട് MBA ഏവിയേഷനിൽ ചെയ്യാം. അത് ഡിഫറെന്റ്. അത് നമ്മുടെ BBA PG അതങ്ങനെ അതിന്റെ കൂടെ ചെയ്യുന്ന കോഴ്സുകളാണ് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ. ഏവിയേഷൻ ഒന്നും ഒരിക്കലും സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയിട്ട് കിട്ടില്ല. നമ്മൾക്ക് മെയിൻ കോഴ്സിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ ചെറിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളാണ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളായിട്ട് കിട്ടുക. ഈ പറഞ്ഞ പോലെ അക്കൗണ്ടിങ് ടാലിയില്, GSTയില്, ഫോറിൻ അക്കൗണ്ടിങ്ങില്, പ്രസന്റേഷൻ സ്കിൽ ഡെവലപ്മെന്റില്, അങ്ങനെയുള്ള അതൊരു സ്കില്ലാണ്, കൂടെ വേണ്ട സ്കില്ലാണ്. കോഴ്സിന്റെ വാലിഡിറ്റി കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 3 സർട്ടിഫിക്കറ്റ് കോഴ്സിന് വാലിഡിറ്റി ഉണ്ട്. നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് റെസ്യൂമിൽ ആഡ് ചെയ്യാം. I am a attended certificate program in എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ പേര്, ഫ്രം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് റെസ്യൂമിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആഡഡ് വാല്യൂ ആണ്. അവിടെ കൺഫ്യൂഷൻസ് വരും ഇല്ല, വാലിഡിറ്റി ഇല്ല കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? മിസ് കത്തി വെച്ച് കൊന്നാ ഒന്നും പറയുന്നില്ലല്ലോ, എല്ലാരും പോയാ? ഇല്ല ഇന്നെന്താ അബ്ദുവിനൊരു എനർജി ഇല്ലല്ലോ? അല്ലല്ല അല്ലേ? പിന്നെ പല ആൾക്കാരും പറഞ്ഞിട്ടുന്നേ ഈ 6 മാസത്തെ ഡിപ്ലോമ കോഴ്സ് പോലത്തെ ലോജിസ്റ്റിക്സിന്റെ ഒക്കെ കോഴ്സുകൾ ഉണ്ട് എന്ന് അങ്ങനെ കേട്ടിരുന്നു. അതുകൊണ്ട് അത് ആക്ച്വലി കെൽട്രോണുകാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോനെ. പക്ഷെ അതിന് 30,000 rupees ഒക്കെയാണ്. അത് പുറത്തു പോയാൽ ശരിക്കും അതിനും കാശ് കൂടുതലാണ്. നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു കോഴ്സ് ഇതിന്റെ കൂടെ ചെയ്യണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ ഫിനാൻഷ്യൽ അഫോർഡബിലിറ്റിയാണ്. അപ്പൊ നമ്മൾ കോളേജ് ഒരു MOU സൈൻ ചെയ്തുകൊണ്ട് ഈ 30,000 രൂപയുടെ കോഴ്സ് അവർ പരമാവധി കുട്ടികളുടെ എണ്ണം കൂടുന്ന അനുസരിച്ചിട്ട് അവർ പൈസ കുറയ്ക്കും. പക്ഷെ ഒരു 30,000 കോഴ്സ് ഒക്കെ ആവുമ്പോൾ അവർ പരമാവധി ഒരു 20,000 വരെയൊക്കെയല്ലേ കുറയ്ക്കുള്ളൂ. അതുകൊണ്ടാണ് ആ കോഴ്സസ് ഉണ്ട് കേട്ടോ. ഈ ലോജിസ്റ്റിക്സിന്റെ ഡിപ്ലോമ കോഴ്സ് ഒക്കെ നമ്മുടെ കെൽട്രോണുകാർ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ടാലി പോലെയുള്ള ചെറിയ ഒരു 4,000 rupees ഒക്കെ കോഴ്സിലേക്ക് മാത്രം പറയുന്നത് എന്താ വെച്ചാൽ കുട്ടികളുടെ ഫിനാൻഷ്യൽ അഫോർഡബിലിറ്റിനെ കുറിച്ചും കൂടി ചിന്തിച്ചിട്ടാണ്. ഞങ്ങളൊരു 30,000 രൂപയ്ക്ക് എത്ര പേർക്ക് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിഡക്ഷൻ വാങ്ങിച്ചു തരാം. എന്നാ കൂടി എത്ര പറ്റും? ഒരു 20,000 ഒതുക്കേണ്ടി വരില്ലേ? അത്തരം കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് ലിസ്റ്റ് ഇട്ട് തരാം ഗ്രൂപ്പിൽ. ജനറൽ കോഴ്സസും ഡിപ്പാർട്ട്മെന്റ് സ്പെസിഫിക് കോഴ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്. ഇനി ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ കോഴ്സസ് ഏതാന്നൊക്കെ ഒന്ന് മനസ്സിലാവും. എന്റെ ഫീസും അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഫീസ് കണ്ടാലും ഞെട്ടണ്ട. നമുക്കതിൽ പരമാവധി ഫീസ് കുറവുള്ള ഒരു കോഴ്സ്, ആ കുറഞ്ഞ കോഴ്സിൽ അവർ പറയുന്ന ഫീലും കുറവായിട്ട് ഓഫർ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തണേ. 4,000 രൂപയുടെ കോഴ്സ് ആണെങ്കിൽ 2,000-ന്, കുട്ടികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ആ കോഴ്സ് നമുക്ക് 2,000-ന് കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പൊ നമ്മള് സംസാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇട്ടുതരാം, ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം കേട്ടോ. അപ്പൊ നോക്കാം. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല വിചാരിക്കുന്നു. ഇനി ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എന്നോട് ചോദിക്കാം. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ. പക്ഷെ ഞാൻ എന്റെ ലൈഫില് നമ്മൾ ചെയ്യണ കാര്യം പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. നമ്മൾ ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഇതാണ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് അതിനൊരു വാല്യൂ അഡീഷൻ ഉണ്ടാവുള്ളൂ. എന്റെ ലൈഫിൽ ഞാൻ എപ്പോഴും പാലിച്ചു പോരുന്ന ഒരു ഫിലോസഫിയാണ്. അതായത് ഉള്ളത് ഐ ആം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ്. ഞാൻ ഹാപ്പിയാണ് എനിക്കിപ്പോ ഉള്ള ഒരു ഇതിനെ കൊണ്ട്. പക്ഷെ എനിക്ക് ഇനിയും വേണം എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് IIM-ൽ പഠിപ്പിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ രാജമിസിനോട് കൂടെ എപ്പോഴും പറയാറുണ്ട്, എന്റെ ഡ്രീം അതാണ്. ബട്ട് ഐ എം എക്സൈറ്റഡ്. അതൊരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. കാരണം അത് ഇവിടുന്ന് പോവാനുള്ള എക്സൈറ്റ്മെന്റ് അല്ല, മറിച്ച്
ആ ഒരു ഓപ്ഷനെ കുറിച്ച് സ്വപ്നം കാണാന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സൈറ്റ്മെന്റ്. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ബി ഹാപ്പി വിത്ത് വാട്ട് യു ഹാവ്. ഉള്ളത് കൊണ്ട് സന്തോഷിക്കുക. കിട്ടാനുള്ള കാര്യത്തിനെ കുറിച്ച് ഓർത്ത് എക്സൈറ്റഡ് ആവുക. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയുക സന്തോഷം ഉണ്ടാവും. യു ഹാവ് എ ഡ്രീം, സോ യു ആർ എക്സൈറ്റഡ്. ഇത് എന്റെ ഒരു ലൈഫ് ഫിലോസഫി ആയിട്ട് ഞാൻ പാലിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല. പക്ഷെ ദിസ് ഇസ് വാട്ട് എനിക്ക് അൾട്ടിമേറ്റ്ലി നിങ്ങളോട് പറയാനുള്ളൊരു മെസ്സേജ് ഇതാണ്. സോ താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്. ഒത്തിരി നേരമായിട്ട് 6-8 സെഷൻസ് ആയിട്ട് എന്റെ മക്കളെല്ലാം അങ്ങനെ കത്തികളൊക്കെ സഹിച്ചിരിക്കുന്നുണ്ടല്ലോ. എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനാണ് നിങ്ങളുടെ ക്ലാസ് ചാർജ് എന്ന് സിമിനോട് പറഞ്ഞിട്ടുണ്ടായത്. പ്രത്യേകം കുട്ടികളോട് പറയണം, മിസ്സാണ് അവരുടെ ക്ലാസ് ചാർജ്. അപ്പൊ ഞാനാണ്, അപ്പൊ എന്റെ മക്കളാണെന്നുള്ള രീതിയിൽ തന്നെയാണ്. ഞാൻ മാത്രല്ല, നമ്മളെല്ലാവരും നമ്മുടെ മക്കൾ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ കാണുന്നത്. അതൊക്കെ നമ്മള് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ വലിയൊരു നന്ദിയുണ്ട് മക്കളെ. കാരണം നിങ്ങൾ പറയുന്ന സമയമൊക്കെ 9 മണിക്ക് ക്ലാസ് ഉണ്ട്, വേഗം ലോഗിൻ ആവും. 10:30 ക്ലാസ് ഉണ്ട്, ഓടിവോ വേഗം കയറി, ഇങ്ങനെ പറഞ്ഞിട്ട് രാത്രി 8 മണിക്കുണ്ട്, ആ പോരെ. ഇതിപ്പോ ഫസ്റ്റ് ഇയർ ആവണമെന്നുള്ള ഒരു സ്പിരിറ്റ് ആയിട്ട് മാറരുത്. അത് എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവണം. നമുക്ക് എല്ലാവർക്കും നിങ്ങൾ ഞങ്ങളുടെ സ്വന്തം മക്കളെ പോലെയാണ്. അപ്പൊ എനിക്കൊരു മോനാണ് ഉള്ളത് 5 വയസ്സുള്ള. അപ്പൊ എനിക്ക് അവനോടുള്ള അതേ ആറ്റിറ്റ്യൂഡ് പോലെ തന്നെയാണ് നിങ്ങളോടൊക്കെ എപ്പോഴും തോന്നാറ്. രക്ഷപ്പെട്ട് പോകണം നിങ്ങളൊക്കെ നമുക്ക് ആഗ്രഹമുള്ളൂ. അതിപ്പോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ആൾക്കാരുടെയും അവസ്ഥ അങ്ങനെയാണ്. മക്കളെ പോലെ തന്നെയാണ് നിങ്ങളെ ഞങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഏതെങ്കിലുമൊക്കെ ഒരു സ്ലൈഡിൽ നിന്ന് ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു ഡിയർ. സോ Okay, Asha, session നന്നായിരുന്നു. And you have given an exclusive session on MBA. അപ്പൊ കുട്ടികൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻ ആണ്. There is no doubt in that. Thank you for all the sincere efforts taken and the care shown towards the department. From my bottom of heart, I tell that we all love you and let all your dreams come true. Though it is so sad for me, I pray that let your dreams come true. Thank you, students. Thank you, students. ഇനി സ്റ്റുഡൻസിന് ലീവ് ചെയ്യാട്ടോ ഓരോരുത്തർക്കായിട്ട്.